ഇയർ ആശംസിച്ചുകൊള്ളുന്നു. ഈ ഗ്രൂപ്പിൽ വരാനും മദ്യാസക്തിയെ പറ്റിയുള്ള എൻ്റെ അനുഭവ സാക്ഷ്യം പറയുവാനും എല്ലാവരെയും ഇതിനെപ്പറ്റി സംസാരിക്കാനും കിട്ടിയ ഭാഗ്യത്തിനായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇതുപോലെ മീറ്റിംഗിൽ വരുന്നത് മൂലമാണ് ഈ ആസക്തിയിൽ നിന്നും ജീവിതത്തിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ ആസക്തിയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. എൻ്റെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഏതാണ്ട് ഒരു 24-25 വയസ്സുള്ളപ്പോൾ അമേരിക്ക വന്നതാണ്. വന്ന കാലത്തൊന്നും ഈ മദ്യപാനം പുകവലിക്കുമായിരുന്നു, സിഗരറ്റ് വലിയൊക്കെ ഉണ്ടായിരുന്നു. മദ്യപാനം എനിക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു. ഞാൻ ഇതിനെപ്പറ്റി വലിയ പ്രശ്നമായിട്ട് കണ്ടിട്ടില്ല. നാട്ടിൽ വെച്ച് സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എങ്ങാനും പലപ്പോഴും എങ്ങാനും ഉപയോഗിച്ച് കാണും. അതല്ലാതെ അതൊരു പ്രശ്നമായിട്ടോ പ്രയാസമായിട്ടല്ല എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം. എന്നാൽ ഇവിടെ വന്ന് കല്യാണം കഴിച്ച് മക്കളും ഒക്കെ ഉണ്ടായി കുറച്ച് പ്രായമായി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്വന്തമായ ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞ് ആരംഭകാലത്തൊക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെങ്കിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ബിസിനസ്സിൻ്റെ ഒക്കെ ഭാഗമായി പലപ്പോഴും ഒക്കെ വൈകിട്ട് ഒരു കൂട്ടായ്മയ്ക്കും കൂട്ടുകെട്ടിനും വേണ്ടിയൊക്കെ ഒരു സാമൂഹ്യ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പലപ്പോഴും ഒക്കെ കൂട്ടുകാർ കൂടിയിരുന്ന് മദ്യപിക്കും. അപ്പോൾ അത് ഒന്നും വലിയ കുഴപ്പമായിട്ട് ആദ്യം കണ്ടില്ല. പക്ഷെങ്കിൽ അതിങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു സ്വഭാവമായിട്ട് മാറി. അപ്പോൾ വല്ലപ്പോഴും കുടിച്ചിരുന്നത് ദിവസവും കുടിക്കുന്ന രീതിയിലേക്ക് മാറി. പിന്നെ അത് ത്രൂ ഔട്ട് കുടിക്കുന്ന ഒരു രീതിയിലേക്ക് മാറി. ഈ കുടിക്കുന്ന സമയത്തൊന്നും ഈ മദ്യപാനം ഒരു രോഗമാണെന്നോ ഇത് ഒരു രോഗമായിട്ട് മാറുമെന്നുള്ള ഒരു ചിന്ത എനിക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈ ഉപയോഗത്തിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം മൂലം ഞാനിതിന് അഡിക്റ്റായി മാറിയ വിവരം ഞാൻ അറിയുന്നില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് പലരും ഉപദേശിച്ചു, നീ ഒരു രോഗാവസ്ഥയിലാണ്, അതുകൊണ്ടാണ് ഇതില്ലാതെ കഴിയാൻ പറ്റാത്തത്, അതുകൊണ്ട് എവിടെയെങ്കിലും ട്രീറ്റ്മെൻറ്റ് പോകണം. അതനുസരിച്ച് ഭാര്യയുടെയും സഹോദരങ്ങളുടെയും കൂട്ടുകാരുടെയും ഒക്കെ നിർബന്ധം മൂലം ഇവിടെ റീഹാബ് സെൻറ്ററിൽ പോയി. ഏതാണ്ട് 97-ലൊക്കെയാണ് ഈ സംഭവം. അങ്ങനെ നടക്കുമ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ പോയി ഒരു കുറച്ച് ദിവസം കിടന്നു കഴിഞ്ഞപ്പോൾ തോന്നി ഇത് വേണ്ട, നിർത്താം എന്ന് വിചാരിച്ച് നിർത്തി. അങ്ങനെ ഒരു 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ചിന്ത മനസ്സിൽ വന്നു, 2 വർഷം കുടിക്കാതിരുന്നില്ല, ഇനിയും കുടിച്ചാൽ കുഴപ്പം. ഇന്നും കണ്ട് ഞാനത് വീണ്ടും തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ അത് അതിനേക്കാളും വേഴ്സായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആശുപത്രിയിൽ പോയി. പിന്നെയും കുറച്ച് നാൾ ട്രീറ്റ്മെൻറ്റ് കുടിക്കാതിരുന്നു. അത് കഴിഞ്ഞപ്പം വീണ്ടും തുടങ്ങി. അപ്പോൾ ഇത് എത്ര സ്വഭാവം നമ്മൾ മാറിയിട്ടും കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കാനായിട്ട് തോന്നും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ വല്ല കല്യാണമോ പാർട്ടിയോ കൂട്ടുകാരോ ഒക്കെ കൂടുമ്പോൾ പിന്നെയും കുടിക്കാൻ തുടങ്ങും. കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പം ഞാൻ മലയാളിയാണ്, എൻ്റെ അഹങ്കാരമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാൻ നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ടായിരിക്കും. അമേരിക്കയിലെ രീതികളൊക്കെ വേറെയാണ്, അതുകൊണ്ട് സായിപ്പിൻ്റെ ട്രീറ്റ്മെൻറ്റ് ശരിയാകത്തില്ല, നാട്ടിൽ പോയി നോക്കാമെന്ന് പറഞ്ഞ് നാട്ടിൽ കേരളത്തിൽ കോട്ടയത്തൊരു ട്രാഡ എന്ന് പറഞ്ഞൊരു റീഹാബ് സെൻ്റർ ഉണ്ട്. അവിടെ പോയി 1 മാസം താമസിച്ചു. അവിടുത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ അത് നടത്തിയ എൻ്റെ ഡയറക്ടർ ഒരു ഡോക്ടർ ജോവാൻ ചുങ്കപ്പുര എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറാണ്, ഒരു ലേഡിയാണ്. ആ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, തോമസ്, യു ആർ വെരി സ്മാർട്ട്, നീ വളരെ മിടുക്കനല്ലേ, അതുകൊണ്ട് നീ ഇവിടെ എങ്ങാനും ചേർന്ന് ഇതിൻ്റെ കുറേ ക്ലാസ് എടുത്ത് പഠിച്ചിട്ട് തിരിച്ച് അമേരിക്കയിൽ ചെന്ന് ആരെങ്കിലുമൊക്കെ ഉപദേശിക്കാൻ പറ്റുമല്ലോ, നീ മിടുക്കനാന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തി എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച് ഞാൻ ഒരു 3-4 മാസം അവിടെ നിന്ന് കുറേ കൗൺസിലിംഗ് കോഴ്സസൊക്കെ ക്രാഷ് കോഴ്സ് പോലെ എടുത്തു. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് അവിടെ അധികം നാൾ നിൽക്കാനൊക്കത്തില്ല. ഇവിടെ ഭാര്യയും മക്കളും ഉണ്ട്. തന്നെയല്ല, അവിടുത്തെ ലൈസൻസ് ഒന്നും ഇവിടെ അമേരിക്കയിൽ വാലിഡല്ല. അതുകൊണ്ട് ഇവിടെ വന്ന് പിന്നെ ഇവിടുത്തെ ഡിഗ്രി എടുത്ത് പഠിച്ചാൽ മാത്രമേ ഇവിടെ ആ രീതിയിൽ ജോലി ചെയ്യാനൊക്കത്തുള്ളൂ.
പക്ഷെ ഞാൻ ബിസിനസ്സിലായതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകണമെന്നുള്ള താല്പര്യവും ഇല്ല. പിന്നെ ഇവിടെ വന്ന് പഠിച്ച് ലൈസൻസ് എടുക്കാനുള്ള സമയവും ഇല്ല. അതുകൊണ്ട് അവിടുന്ന് പഠിച്ച് അതും കഴിഞ്ഞ് ഇങ്ങ് പോരുന്നു. ഇവിടെ ഒരു 2 വർഷം അത് കഴിഞ്ഞ് ഞാൻ കുടിക്കാതിരുന്നത് ഒരു 2007 കാലഘട്ടത്തിലാണ് ഈ സംഭവം. 2 വർഷം കുടിക്കാതിരുന്ന് കഴിഞ്ഞതിന് ശേഷം ഏതോ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വല്ല ഒരു വാറാത്തൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഈ മദ്യത്തിൽ തിരിച്ചുപോയി കഴിഞ്ഞപ്പോൾ ഈ പഠിച്ചതും പഠിപ്പിച്ചതും എല്ലാം വെറുതെയായി. എന്ത് കാരണവശാലും ശരി, എത്ര പഠിച്ചാലും ശരി, എത്ര അനുഭവിച്ചാലും ശരി, വീണ്ടും വീണ്ടും ഈ ആസക്തിയിലേക്ക് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ ഒക്കുകയില്ല. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി എന്താണ് ഇതിന് മാർഗം, മുമ്പോട്ട് പോകാനായിട്ട് ഒരു മാർഗവും ഇല്ല. അപ്പോഴത്തേക്ക് എൻ്റെ ആരോഗ്യം ക്ഷീണിച്ചു, വിശപ്പില്ല, ഭക്ഷണം കഴിപ്പില്ല. പിന്നെ എനിക്കറിയാം എനിക്ക് തന്നെ ഏതൊക്കെയോ പ്രോബ്ലം ഉണ്ടെന്ന്. പക്ഷെങ്കിൽ മക്കളുടെയും ഭാര്യയുടെയും എല്ലാം നിർബന്ധം കൊണ്ട് ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു, ഇത് പൂർണ്ണമായിട്ട് നിർത്തിയാൽ മാത്രമേ ഞാൻ ജീവിച്ചിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇതെന്നെ കൊണ്ട് പോവൂ എന്നുള്ളൊരു ശാരീരിക സ്ഥിതിയിൽ ഞാൻ എത്തിച്ചേർന്നു. അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് 2011 കാലയളവിൽ ഒരു ദിവസം പൂർണ്ണമായിട്ട് നിർബന്ധമായിട്ട് ഇനി ഞാൻ മേലാ കുടിക്കത്തില്ല എന്നുള്ളത് രീതിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ച് ഞാൻ ഒരു തീരുമാനമെടുത്തു. കാരണം എത്ര ട്രീറ്റ്മെന്റ് പോയിട്ട് മാറുന്നില്ല. പക്ഷെ നമ്മുടെ ഈ 12 സ്റ്റെപ്പിൽ പറയുന്നത് പോലെ ഫസ്റ്റ് സറണ്ടർ ഫുള്ളി എന്നുള്ളതായ ആ ഒരു ആപ്തവാക്യം എൻ്റെ ജീവിതത്തിൽ നല്ല ബോധ്യമായിട്ട് വന്നു. അങ്ങനെ ഒരു ബോധ്യം വന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും നിർത്തുക എന്ന് തീരുമാനിച്ച് ഞാൻ ദൈവത്തിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. നേരത്തെ 4 പ്രാവശ്യം ഞാൻ ഈ ട്രീറ്റ്മെന്റ് പോയപ്പോഴും അവര് ഈ നമ്മുടെ ബോഡി ഡീഅഡിക്റ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ ശരീരത്തിലുള്ളതായ മദ്യം പോകാനായിട്ട് നമ്മളെ ഡീറ്റോക്സ് ചെയ്യുമായിരുന്നു. നമ്മളെല്ലാം ഡീറ്റോക്സ് കഴിഞ്ഞവരാണ് പലരും. അങ്ങനെ ഡീറ്റോക്സിഫിക്കേഷൻ കൂടെയും മരുന്നിൽ കൂടെയും കൗൺസിലിംഗിൽ കൂടെയും ആദ്യത്തെ 3-4 പ്രാവശ്യം പോയിട്ട് സാധിക്കാത്ത സംഗതി ഞാൻ ഒറ്റ പ്രാവശ്യം കൊണ്ട് 2011 പൂർണ്ണമായിട്ടും ഈശ്വരനിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാം എന്നുള്ളതായ ഒരു ശക്തി കിട്ടിയിട്ട് കഴിഞ്ഞ 15 വർഷത്തോളമായിട്ട് ഞാൻ ഈ മദ്യവും സിഗരറ്റും കൂടാതെ പൂർണ്ണമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഈ തുടങ്ങിയ കാലത്ത് ഇത് ഭയങ്കര ഇറിറ്റേഷനാണ്. കാരണം നമുക്കറിയാമല്ലോ, നിർത്തി കഴിഞ്ഞാൽ പിന്നെ പലതരത്തിലുള്ള ഇറിറ്റേഷൻ വരും, എങ്ങനെയും തിരിച്ചു പോകാനായിട്ട്. ഞാൻ ഈ സിഗരറ്റിന്റെ ചെയിൻ സ്മോക്കറായിരുന്നു. ഓൾമോസ്റ്റ് 2 പാക്കറ്റ് സിഗരറ്റ് വലിക്കും ഒരു ദിവസം. അപ്പോൾ ആ സിഗരറ്റിന്റെ പാച്ച് വാങ്ങിച്ചു ഒട്ടിച്ചു. കാരണം കള്ളുകൂടി നിർത്തിയാലും സിഗരറ്റ് വലി നിർത്താൻ വലിയ പാടാണ്. വലിക്കുന്നവർക്ക് അറിയാം അതിന്റെ പ്രയാസം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സിഗരറ്റിന്റെ വലിയുടെ പാച്ചും വലിച്ചു കെട്ടി ഈ മദ്യപാനത്തിന് കുടിക്കാതിരിക്കാനായിട്ട് ദൈവത്തെയും ധ്യാനിച്ച്, ഞങ്ങളെ ക്രിസ്ത്യാനി ആയതുകൊണ്ട് വേദപുസ്തകം വായിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ഇങ്ങനെ ദൈവത്തിന്റെ ശക്തിയാൽ ഇന്ന് വരെയും മദ്യം കൂടാതെ ജീവിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ മദ്യം കൂടാതെ ഒക്കെ കുറച്ച് നാൾ ജീവിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമുള്ള ഒരു അനുഭവം, ഞാനിവിടെ സമൂഹത്തിലെ പലരും അറിയുന്നവരും കുറെ വർഷങ്ങൾ ആദ്യം മലയാളികളുടെ കൂട്ടത്തിൽ ആദ്യം വന്ന മലയാളി സമൂഹത്തിലുള്ള കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ. വന്നതിന് ശേഷം ഒത്തിരി മലയാളികൾ അമേരിക്കയിലേക്ക് കുടിയേറിയിട്ടുണ്ട്. ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ട് ഒത്തിരി ആളുകൾ, പ്രത്യേകിച്ച് നേഴ്സിംഗ്, IT ഫീൽഡിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യം ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളുടെ ഒരു ചർച്ചിന്റെ കോൺഗ്രിഗേഷനിൽ കൂടി വന്ന ഒരു 15 ഫാമിലി ഉണ്ടായിരുന്നു. ഇന്ന് അതിന് പകരമായിട്ട് ഞങ്ങളുടെ തന്നെ ഒരു സഭയ്ക്ക് ഏതാണ്ട് 7 ചർച്ചുണ്ട് ഇവിടെ ഹ്യൂസ്റ്റണിൽ. അതുകൂടാതെ ഒരു 400 മെമ്പേഴ്സ് ഉണ്ട് ഞങ്ങളുടെ ചർച്ചിൽ. അതുപോലെ മറ്റ് ചർച്ചുകളിലും 100-150 ഫാമിലി. അങ്ങനെ അതുപോലെ കത്തോലിക്ക ചർച്ച്, CSI ചർച്ച്, അമ്പലങ്ങളാണെങ്കിൽ ഗുരുവായൂരപ്പൻ ടെമ്പിള്, അങ്ങനെ പല നാമത്തിലുള്ള പല അമ്പലങ്ങളുണ്ട്. അങ്ങനെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ട് ഇപ്പം കേരളത്തിലെ തിരുവല്ല എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ. അതുപോലാണ് ഇവിടെ മലയാളികളുടെ ഒരു കൂട്ടമുള്ളത്. ഇവിടുത്തെ ഇപ്പൊ 2-3 എലക്റ്റഡ് ഒഫീഷ്യൽസ്, സിറ്റി മേയർ, കൗൺസിലർമാര്, ജഡ്ജിമാര് ഇങ്ങനെയുള്ള പൊസിഷനിലൊക്കെ നമ്മുടെ മലയാളികൾ തന്നെയാണ് ഉള്ളത്. ഒരു 10-25 മലയാളി കടകൾ തന്നെ ഞങ്ങളുടെ ചുറ്റുപാടുമുണ്ട്. ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറും മറ്റു വ്യവസായങ്ങളും ഒക്കെ ആയിട്ട്, ഹോട്ടലുകളും ഒക്കെ ആയിട്ട്.
അപ്പൊ ഇങ്ങനെയുള്ള ഒരു വലിയ സമൂഹം ഇപ്പോൾ ഇവിടെ ഹ്യൂസ്റ്റൺ എന്ന് പറയുന്ന പട്ടണത്തിലുണ്ട്. മലയാളത്തിലെ ഈ അമേരിക്കയിലെ പല പട്ടണങ്ങളിലും മലയാളികളുടെ നല്ലൊരു സാന്നിധ്യമുണ്ട്. പക്ഷെങ്കിൽ ഈ സമൂഹത്തിലൊന്നും ഈ മദ്യപാനത്തിനെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണമോ ഇത് ഒരു രോഗമാണെന്നോ ഇപ്പോഴും മലയാളികൾക്ക് ആർക്കും അറിയത്തില്ല. എല്ലാവരും ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു. പക്ഷേ ഒരു നല്ല ഭാഗം ആൾക്കാർ ഒക്കെ മദ്യപിക്കുന്നവരാണ്. എന്നാൽ അവരെല്ലാവരും അവരുടെ ജോലി നോക്കി വീടും നോക്കി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. എന്നാൽ വളരെ ഒരു ന്യൂന ശതമാനം ആൾക്കാർ ഇതിനടിമപ്പെട്ട് ജീവിതത്തിൽ പലതരത്തിലുള്ളതായ നഷ്ടങ്ങളും നാശങ്ങളും ഒക്കെ വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ എന്നെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ അച്ഛൻ എന്നോട് പറഞ്ഞു, നിന്റെ സ്വഭാവം കൊണ്ടും നിന്നെ എല്ലാവരും അറിയാവുന്നത് കൊണ്ടും നീ മിടുക്കനായതുകൊണ്ടും, ഞാൻ മിടുക്കൻ എന്ന് പറയും ഞാൻ തന്നെ എന്നെ പുകഴ്ത്തി പറയുന്നതല്ല, ആൾക്കാർക്ക് എന്നെയൊക്കെ അറിയാവുന്നത് കൊണ്ടും നീ നിന്റെ ജീവിതത്തിന്റെ സാക്ഷ്യം കൊണ്ട് വേറെ ആരെങ്കിലുമൊക്കെ ഇത്രയും പ്രായമൊക്കെ ആയില്ലോ, ആരെങ്കിലുമൊക്കെ ഉപദേശിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റും എന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ എൻ്റെ സമൂഹത്തിൽ തന്നെയുള്ള ആൾക്കാരോട്, അപ്പം പറയുമ്പോൾ മിക്കവാറൊക്കെ എൻ്റെ മക്കളുടെ പ്രായം വരുന്നുള്ളവർക്കൊക്കെ, അപ്പം വളരെ കാര്യമായിട്ട് പേഴ്സണലായിട്ട് ഞാൻ അവരോട് ചെന്ന് എൻ്റെ അനുഭവം പറഞ്ഞു, കുഞ്ഞെ ഞാൻ ഇങ്ങനെ പല പ്രാവശ്യം നിർത്തുകയും വീഴുകയും ഒക്കെ ചെയ്തതാണ്, എന്നെ കൊണ്ട് ഇത് പറ്റിയത് ഇങ്ങനെ ഒരു ടോട്ടൽ സറണ്ടറിന് വേണ്ടി ചെയ്യാനായിട്ട് ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം നമുക്ക് എവിടെയെങ്കിലും പോയി ട്രീറ്റ്മെന്റ് എടുത്ത് ഡീറ്റോക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കൗൺസിലിങ്ങിന്റെ ഉപദേശമൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്കകത്തോട്ട് ഇത് മനസ്സിലാകാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ ഡീറ്റോക്സിഫിക്കേഷന് ആദ്യം ഇവരെ കൊണ്ടുപോയി കൗൺസിലിംഗും ഒക്കെ നടത്തി, അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇത് ഇറങ്ങുന്ന ഉടനെ ഞാൻ പറയും നമുക്കിത് നമ്മളെ കൊണ്ട് തന്നെ സാധിക്കുകയില്ല, അതുകൊണ്ട് നമുക്ക് നേരെ AA മീറ്റിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് ഇവരെയും കൊണ്ട് പതിവായിട്ട് ഞാൻ AA മീറ്റിങ്ങിന് കൊണ്ടുപോയി. അങ്ങനെ പലരെയും ഞങ്ങളുടെ സമൂഹത്തിൽ ഈ ചെറുപ്പക്കാരായ കുടുംബങ്ങളിൽ കൂടെ താമസിക്കുന്നവരെ, എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് താമസിക്കുന്നവരെല്ലാം ഭർത്താക്കന്മാരെ ഇങ്ങനെ ഈ മീറ്റിങ്ങിന് കൊണ്ടുപോവുകയും, അപ്പോൾ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ഈ പിള്ളേരെ കുടിക്കാതൊക്കെ ഇരുന്ന് അവരുടെ കുടുംബത്തിലെ സന്തോഷമൊക്കെ കണ്ടുകൊണ്ട് ഇത് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അതിനേക്കാൾ ഒരു കാര്യം വളരെ സന്തോഷമായിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് 3 ആൺമക്കളാണ് ഉള്ളത്. എൻ്റെ ഒരു ഇളയ മകന് എൻ്റെ സ്വഭാവം കണ്ടുകൊണ്ട് ഡാഡി കുടിക്കുന്നതാണെന്നാ എനിക്കും കുടിക്കാമല്ലോ എന്നും കണ്ട ഈ ചെറുക്കനും കുടിക്കാൻ തുടങ്ങി. അവൻ കുടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ കുളിക്കുന്നതിനത്രയും അവൻ കുടിക്കും. അതുപോലെ അങ്ങനത്തെ ഒരു മദ്യം അവൻ ഉപയോഗിച്ചുകൊണ്ട്, മദ്യവും ബിയറും ഒക്കെ അവൻ അടിക്കുന്നത്. അവനോട് ഞാൻ പറഞ്ഞു, എന്ത് പറഞ്ഞാലും ശരി, ഞാൻ നിർത്തിക്കോളാം, ഡാഡി കുടിച്ചിട്ട് കാലത്ത് ഡാഡി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്കും കുടിക്കാം. അങ്ങനെ പിള്ളേരൊരു മറുതലിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. പക്ഷെങ്കിൽ അവനും ഇത് നിർത്താൻ വയ്യാത്ത ഒരു പരുവായപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിർത്തിയത് ആശുപത്രി പോയാൽ നിർത്തിയത്, നീ ആശുപത്രി പോയി തന്നെത്താനെ നോക്കെന്ന് പറഞ്ഞു അഡ്മിറ്റ് ചെയ്തു. തിരിച്ചു വരും, കുറച്ചുനാൾ കഴിയുമ്പോൾ പിന്നെയും തുടങ്ങും. അപ്പോൾ അത് കഴിഞ്ഞ് അവസാനം രക്ഷയില്ലാത്ത വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ പോയി കഴിഞ്ഞ് നിന്റെ ജീവിതം പോക്കാ, ഇവിടുത്തെ ഈ ആസക്തിയിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മരണമോ ജയിലോ ഒക്കെ ആയിരിക്കും അനുഭവം, അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരു രീതിയിൽ അവസാനത്തെ സമയം ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് അവൻ ആ ഹോസ്പിറ്റലിൽ തന്നെ വിളിച്ചു പറഞ്ഞു, ഡാഡി ഞാൻ ഇനിയും മുമ്പോട്ട് പോയി പുറത്ത് വന്നാലും ശരി ഞാനിത് കുടിച്ചു പോകും, കാരണം ഇത് വലിയൊരു ടെംപ്റ്റേഷനുള്ള ഒരു സംഗതിയാണ്, അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഈ കൗൺസിലിംഗ് പഠിക്കാനായിട്ട് പോകണം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ പോകുന്നു പറഞ്ഞ് അവനെ ഇവിടെ ഞാൻ ഈ ആൽക്കഹോളിക് കൗൺസിലിങ്ങിൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് വിട്ടു. അത് 2 കൊല്ലം അവൻ പഠിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞാണ്. ഏതായാലും 2 കൊല്ലം കഴിഞ്ഞ് അവൻ്റെ പഠിത്തമെല്ലാം കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങി. ആ ഫീൽഡിൽ തന്നെ അവനൊരു ജോലിയും കിട്ടി. അതുകൊണ്ട് കഴിഞ്ഞ ഒരു 5-8 വർഷമായിട്ട് അവന് ഈ ആൽക്കഹോളിക് റീഹാബ് സെന്ററിൽ ഒരു കൗൺസിലറായിട്ട് ജോലി ചെയ്തുകൊണ്ട് അനേകരെ, ചെറുപ്പക്കാരെയും പ്രായമുള്ളവരെയും ജീവിതത്തിലെ പല തട്ടിലുള്ളവരെയും അവൻ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അവൻ്റെ കസ്റ്റമേഴ്സായിട്ട് വരുന്നവര് പലരും ഈ അമേരിക്കയിലുള്ളവർ തന്നെ അതിസമ്പന്നരായ മനുഷ്യരാണ്, സ്വന്തമായിട്ട് പ്ലെയിനും ഇതൊക്കെ ഉള്ള
ചില സിനിമ ആക്ടേഴ്സ് അങ്ങനെയൊക്കെയുള്ള ആ ഫീൽഡിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ അവൻ കൗൺസിൽ ചെയ്ത് നേരെ പോകുന്നു. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഒത്തിരി ആൾക്കാരെ ഇങ്ങനെ വരുന്നത് കൊണ്ട് ഈ മലയാളികൾക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ് നമ്മുടെ ഈ കോവിഡ് വന്നതോടുകൂടി ഈ യാത്രയും ഈ മീറ്റിങ്ങുകളും ഒക്കെ മുഖാമുഖം നടത്താനുള്ള ഒരു പ്രയാസം വന്നതുകൊണ്ട് സൂമിൽ കൂടെ ഞാൻ മീറ്റിംഗ് തുടങ്ങി. ഞാൻ ആദ്യത്തെ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ 2-3 പേരെ ഞങ്ങളുടെ മീറ്റിങ്ങിനകത്ത് വരത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 5-6 വർഷം കൊണ്ട് ഇപ്പോൾ ഏതാണ്ടൊരു 10-20 പേരോളം എല്ലാ മീറ്റിങ്ങിലും വരും. ഏകദേശം ഒരു 10-60 ഫാമിലിയോട് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞ് അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഞങ്ങളുടെ മീറ്റിങ്ങിൽ വരികയും അതിപ്പോൾ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 7 മണിക്ക് ഞങ്ങൾ ഈ ആൽക്കഹോളിക് മീറ്റിങ്ങിന്റെ സെയിം പ്രിൻസിപ്പിൾ വെച്ച് ഏതാണ്ട് ആ രീതിയിലാണ് ഞങ്ങൾ ഈ മീറ്റിംഗ് നടത്തുന്നത്. മീറ്റിങ്ങിന്റെ എക്സാക്ട്ലി അല്ല. എൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കയിലെ ഒരു ജീവിത രീതി അനുസരിച്ച് നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേക സ്വഭാവം അനുസരിച്ച്, അത് പൊതുവെ ആൽക്കഹോളിക്സിന്റെ സ്വഭാവമാണ് ഇത്. നമ്മുടെ മദ്യപാനം വേറെ ആരും അറിയണ്ട. വേറെ ആരും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാണക്കേടാണ്, നമ്മുടെ കുടുംബത്തിന്റെ പ്രസ്റ്റീജ് നഷ്ടപ്പെടും. അതുകൊണ്ട് വേറെ ആരും അറിയണ്ട എന്നുള്ള രീതിയിൽ മീറ്റിങ്ങിന് പോകാനായിട്ട് അവർ താല്പര്യപ്പെടത്തില്ല. അപ്പോൾ ഞാൻ സാധാരണ ഇവരെ ഈ മീറ്റിങ്ങിന് കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നു കഴിഞ്ഞാൽ, ഭാര്യമാരോട് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ മീറ്റിങ്ങിന് വന്ന് കേക്ക്, എന്നിട്ട് ആ മീറ്റിംഗ് ഓൺ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഭർത്താവും എങ്ങനെയെങ്കിലും ഔചാരികമായിട്ട് അല്പമെങ്കിലും ഇത് കേട്ട് കഴിഞ്ഞാൽ പുള്ളിയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു തോന്നൽ വരും, വേണ്ട മദ്യപിക്കുന്നവരൊക്കെ കൂടി മീറ്റിംഗ് നടത്തി കുടിക്കാതിരിക്കുന്നു, അതുകൊണ്ട് എന്തെങ്കിലും അയാളുടെ മനസ്സ് മാറി അയാളും ഈ ചിന്തയിലേക്ക് വരും. അങ്ങനെ ഈ മദ്യാസക്തിയുള്ളവരുടെ ഭാര്യമാർ, മദ്യാസക്തിയുള്ളവരുടെ മാതാപിതാക്കൾ ഇവർ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഈ മദ്യപിക്കുന്നവരുടെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഈ ഭാര്യമാർക്കും ഈ മാതാപിതാക്കൾക്കും ഒരു പ്രചോദനവും അതനുസരിച്ച് അവരവരെ മക്കളെയോ ഭാര്യയോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് ഗ്രാജുവലായിട്ട് ഈ മീറ്റിങ്ങിലേക്ക് അവർക്ക് സംബന്ധിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചില ഭർത്താക്കന്മാരുണ്ട്. ഭർത്താക്കന്മാരുടെ സ്വഭാവം എങ്ങനെയും ആയിട്ട് ഈ ഭാര്യമാര് അവരെ അങ്ങ് ഉപേക്ഷിച്ചാൽ മതി, ഈ കുടുംബജീവിതമൊക്കെ അങ്ങ് പ്രശ്നമാകും. കാരണം ബില്ലടയ്ക്കുന്നില്ല, ജോലിക്ക് പോകുന്നില്ല, അങ്ങനെ പല പ്രശ്നങ്ങളാവും. അവരൊട്ട് മീറ്റിങ്ങിനും വരത്തില്ല. അപ്പോൾ ഈ ഭാര്യമാരോട് ഞാൻ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇത് വന്ന് കേക്ക്. അതുകൊണ്ട് ഇതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവ് ഏതെങ്കിലും കാരണവശാൽ അപ്പോഴത്തെ മുറിയിരുന്ന് ഇത് കേൾക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഒരു മാനസാന്തരം ഉണ്ടായി ഈ മീറ്റിങ്ങിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ചേരാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു രീതിയിൽ ഞാൻ മീറ്റിംഗ് നടത്തുന്നതുകൊണ്ട് മിക്കവാറും ഈ മദ്യാസക്തിയിൽ ജീവിക്കുന്നവരുടെ ഭാര്യമാരോ ഭർത്താക്കന്മാരോ മാതാപിതാക്കളോ ഈ മീറ്റിംഗിൽ വന്ന് ചേർന്ന് ഈ അവർക്ക് തന്നെ ഒരു മനസ്സിനും സമാധാനവും സന്തോഷവും കിട്ടും. അവർക്കൊക്കെ കൂടി നിർത്താൻ സാധിക്കുന്നുണ്ട്, അപ്പം എൻ്റെ ഭർത്താവിന് ഒരു ദിവസമെങ്കിലും നിർത്താനായിട്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ മീറ്റിങ്ങുകൾക്ക് അവർ വരാറുണ്ട്. അപ്പോൾ പൊതുവെ ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ മീറ്റിങ്ങുകളിൽ എയുടെ പ്രിൻസിപ്പിൾ വെച്ചാണ് പോകുന്നതെങ്കിൽ തന്നെയും ഓപ്പൺ മീറ്റിംഗ് ആയിട്ട് ഈ താല്പര്യമുള്ളവർ പേരൻസിനോ ഇമ്മീഡിയറ്റ് ഫാമിലിക്കോ ഇതിൽ വന്ന് സംബന്ധിക്കും. ഇത് കൂടാതെ ഈ മദ്യപിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, മദ്യപിക്കുന്നവർ കുടിച്ചുകൊണ്ടിരിക്കും, കൂടി നിർത്തിയാലും കൂടി നിർത്തിയില്ലെങ്കിലും ഏറ്റവും കൂടുതൽ സങ്കടം അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്ന അവരുടെ ഭാര്യമാരാണ്. അപ്പം അല്ലനോൺ, ഈ നമ്മുടെ എയുടെ സിസ്റ്റർ കൺസേൺ ആണല്ലോ അല്ലനോൺ പോലെ തന്നെ നമുക്ക് സ്ത്രീകൾക്കായിട്ടൊരു പ്രത്യേക കൂട്ടായ്മയുണ്ട്. അപ്പോൾ ആ സ്ത്രീകളുടെ കൂട്ടായ്മയിൽ സ്ത്രീകൾ മാത്രം, ഞാൻ ആ മീറ്റിങ്ങിലുണ്ട്, എൻ്റെ വൈഫും കൂടും. ആ സ്ത്രീകളുടെ തന്നെ കൂട്ടായ്മയിൽ ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 8 തൊട്ട് 9 വരെ അത് ക്ലോസ്ഡ് മീറ്റിംഗ് ആണ്. അതുകൊണ്ട് മദ്യാസക്തിയിൽ കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെന്നതിൽ അവരുടെ ഭാര്യമാർക്ക് ഈ മീറ്റിങ്ങുകൾ വരാം. ആ മീറ്റിങ്ങുകളിൽ സാധാരണയായിട്ട് മിക്കവാറും ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റോ സൈക്യാട്രിസ്റ്റോ അല്ലെങ്കിൽ ഒരു എന്താ പറഞ്ഞ തിയോളജിനോ കൗൺസിലറോ ആരെങ്കിലും ഒക്കെ വന്ന് ഒരു ക്ലാസ് എടുക്കുക. അപ്പോൾ ഒരു അരമണിക്കൂർ ക്ലാസ്സും അത് കഴിഞ്ഞിട്ട് ചോദ്യോത്തരം ആയിരിക്കും, അനുഭവ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ്. ഈ പെണ്ണുങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ 2 മീറ്റിങ്ങിലും നടത്താൻ വേണ്ടി എൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ സജീമത്തായി, അദ്ദേഹം
ഇവിടെ IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവരിലും ശരി, അദ്ദേഹത്തിൻ്റെ കഴിവും അറിവും എല്ലാം ഈ ആൽക്കഹോളിക് അനോണിമസ് പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിക്കാനും ആർക്കെങ്കിലുമൊക്കെ കൗൺസിലിംഗ് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കാനും പുള്ളിക്കാരൻ തയ്യാറാണ്. അതുപോലെ തന്നെ നാട്ടിൽ അനേക വർഷങ്ങളിൽ മർത്തോമാ സഭയുടെ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു അലക്സാണ്ടർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ നാട്ടിൽ നിന്ന് ട്രാൻസ്ഫറായി ഇമിഗ്രേഷൻ കിട്ടി അമേരിക്ക വന്ന് താമസമായിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സേവനം, അദ്ദേഹം നല്ലൊരു കൗൺസിലറാണ്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, വ്യക്തികൾക്ക് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, ആൽക്കഹോളിക് കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെയും കൂടെ കൂട്ടി ഓരോ വീടുകളിലും പോയി ഇവരോട് സംസാരിക്കുകയും അനേകരോട് ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ടതായ ഒരു നെസസിറ്റി, അത്യാവശ്യത്തെപ്പറ്റി ബോധവൽക്കരിക്കുകയും ചെയ്ത് അനേക കുടുംബങ്ങളിലും വ്യക്തികളിലും നല്ലൊരു ഇൻഫ്ലുവൻസ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ ഇത് പോകുന്നുണ്ട്. കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഈ മീറ്റിങ്ങുകൾ. ഇപ്പോൾ കുറഞ്ഞത് ഒരു 10-65 ഫാമിലിയോടും എൻ്റെ ഈ ഫെലോഷിപ്പിലുണ്ട്. എല്ലാവരും എന്നെ പേഴ്സണലായിട്ട് അറിയാം. എൻ്റെ പ്രായം കൂടെ ബഹുമാനിച്ചുകൊണ്ട് പലരും എന്നോട് ഇത് ഓപ്പണായിട്ട് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പറയും. പ്രത്യേകിച്ച് പെണ്ണുങ്ങളാണെങ്കിലും ഒരു പ്രായമുള്ള ഒരു മനുഷ്യന് സ്ഥിതിക്ക് അവരുടെ പല കാര്യങ്ങളും അവരൊക്കെ എന്നോട് ഓപ്പണായിട്ട് പറയുകയും ഈ മദ്യം കൊണ്ടുള്ള അവരുടെ ഭാവിയിൽ നടക്കുന്നതായ കഷ്ടതകൾ, അവരനുഭവിക്കുന്നതായ പ്രയാസങ്ങളൊക്കെ ഷെയർ ചെയ്ത് അവർക്ക് ഒരു ആശ്വാസം കൊടുത്ത് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ ഇവിടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ മൊത്തം ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും ലോക്കൽ ന്യൂസ് പേപ്പറും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇതിനകത്ത് ആർട്ടിക്കിൾ എഴുതും. പിന്നെ ചില ഇൻ്റർവ്യൂ ഒക്കെ പബ്ലിഷ് ചെയ്യും. അങ്ങനെ ഇതിനെപ്പറ്റി ഒരു നല്ലൊരു അവയർനെസ് ഈ ഹ്യൂസ്റ്റണിൽ ഏകദേശം 10,000 മലയാളികൾ താമസിക്കുന്ന ഈ ഏരിയയിലുണ്ട്. അതുകൂടാതെ അമേരിക്കയുടെ പല പട്ടണങ്ങളിലും ഉള്ള ആൾക്കാർ ഇതിൻ്റെ മെമ്പേഴ്സാണ്. അവരും ഇങ്ങനെ പറഞ്ഞും കേട്ടുമൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ എന്നെ വിളിക്കുകയും ഞങ്ങളുടെ ഗ്രൂപ്പിൽ വരികയും ജോയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് മദ്യപാനമോ പുകവലിയോ ഇല്ലാതെ ഇരിക്കുന്നത് കൊണ്ട് ആദ്യമായിട്ട് എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് ദൈവത്തോടാണ്. കാരണം ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നു. അല്ലെന്ന് ഒരിക്കലും ഒരു 15-12 വർഷത്തിന് മുമ്പ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത്. അതുപോലെ തന്നെ ഏതാണ്ട് 2013 എനിക്കൊരു ഓപ്പൺ ഹാർട്ട്, എൻ്റെ മൊത്തം ബ്ലോക്കായി പോയി. അതുകൊണ്ട് ഒരു ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ അന്നൊരു 6 ബ്ലോക്കോ മറ്റുമായിരുന്നു. അപ്പം ആ സർജറി എല്ലാം വളരെ വിജയമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചു. ഇന്നും ജീവനോടെ ഇരിക്കുന്നു. അതുകൊണ്ട് മദ്യാസക്തി നിർത്തിയത് കൊണ്ട് എനിക്ക് കിട്ടിയത് ആ ലാഭം എന്ന് പറയുന്നത് ഞാനിന്ന് ജീവനോടെ ഇരിക്കുന്നു. രണ്ടാമത് എൻ്റെ കുടുംബം പൂർണ്ണമായി സന്തോഷിക്കുന്നു. എൻ്റെ മകൻ ഒരു ആൽക്കഹോളിക് അഡിക്റ്റിൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ട് അനേക ആൽക്കഹോളിക്കുകളെ രക്ഷയുടെ അല്ലെങ്കിൽ ആൽക്കഹോളിക് ഇല്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നയിക്കാനായിട്ട് അവനെ കൊണ്ട് സാധിക്കുന്നു. അവൻ്റെ ജീവിതം അവനും തിരിച്ചു കിട്ടി. അവൻ്റെ കുടുംബജീവിതം സന്തോഷം, അവൻ്റെ ഭാര്യയ്ക്കും മകൾക്കും സന്തോഷം, ഞങ്ങൾക്കും സന്തോഷം. അതുകൊണ്ട് മദ്യം നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യവും സമ്പത്തും ധനവും സന്തോഷവും ആയുസ്സും നമുക്ക് തിരിച്ചു കിട്ടും. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം. അത് ഏറ്റവും എനിക്ക് നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ പറയാനുള്ളത്, മദ്യാസക്തി ഒരു രോഗമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വൺസ് ആൻ ആൽക്കഹോളിക് ഓൾവേസ് ആൻ ആൽക്കഹോളിക്. ഒരിക്കൽ ആൽക്കഹോളിക് ആയി കഴിഞ്ഞാൽ നമുക്കത് മാറ്റാനൊക്കത്തില്ല. നമ്മൾ ജീവപര്യന്തം ഒരു രോഗിയാണ്. അതിനെ ഏക മാർഗം ഈ കൂട്ടായ്മയിൽ കൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് മാറി നിൽക്കാനായിട്ട് സാധിക്കുന്നത്. കൂട്ടായ്മ ഇല്ല എന്നൊരിക്കൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസമോ 1 വർഷമോ ഒക്കെ കഴിയുമ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈ ആസക്തിയിലേക്ക് തിരിച്ചു പോകാം. ഒന്ന് തൊട്ടാൽ മതി നമ്മൾ വീണു പോകും. കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് ഒരു അച്ഛനാന്ന് തോന്നുന്നു ഞങ്ങളുടെയൊക്കെ മീറ്റിങ്ങിൽ പറഞ്ഞത്. അദ്ദേഹം കൂത്താട്ടുകുളത്ത് ഒരു റീഹാബ് സെൻ്റർ നടത്തുന്നതാണ്. ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ഒരു അച്ഛനാണ്. പുള്ളി എൻ്റെ ഡയറക്ടറാണ്. പുള്ളി പറഞ്ഞ ഒരു അനുഭവം ഞാൻ ഈ സമയത്ത് നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്. ഒരു മനുഷ്യൻ നാട്ടിലുള്ള ആൾ മദ്യപിച്ച് ചെറുപ്പകാലത്ത് 25-30 വയസ്സുള്ള കാലത്തിലാണ് പുള്ളിക്കാരൻ മദ്യപിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ മദ്യാസക്തി കൂടുതലായി ഡോക്ടറെ അടുത്ത് നിന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ മദ്യപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു പോകും, നിങ്ങൾക്ക് കുടുംബവും കാര്യങ്ങളും ഒക്കെ ഇല്ല, നിങ്ങളുടെ
ഒരു കൊച്ചു വളർന്നു വരുന്നില്ലയോ, അതുകൊണ്ട് നിങ്ങളിത് നിർത്തിയാലേ നിങ്ങളുടെ കുടുംബത്തിന് സന്തോഷമാവുള്ളൂ, നിർത്തണം എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഈ ഡോക്ടർ വാക്ക് കേട്ടുകൊണ്ട് ആ മദ്യപാനം നിർത്തി. അദ്ദേഹം ഈ കൊച്ചിന്റെ കല്യാണ ദിവസം വരെ മദ്യപിച്ചില്ല. ഏതാണ്ട് 20-25 വർഷത്തോളം കുടിക്കാതെ ഇരുന്നിട്ട് ഈ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് രാത്രിയിൽ പുള്ളി എന്റെ ചുമതലയെല്ലാം തീർന്നില്ല, ഒന്ന് ആസ്വദിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പോയി മദ്യം വാങ്ങിച്ച് അന്ന് കുടിച്ചതിന് ശേഷം പുള്ളി പിന്നെ കണ്ണു തുറന്നിട്ടില്ല. കാരണം അന്നിരുന്നങ്ങ് കുടിച്ചങ്ങ് ഔട്ടായി. അത് പിന്നെ പുള്ളിയുടെ മരണത്തിലാണ് കലാശിക്കുന്നത്. കാരണം 20-25 വർഷത്തോളം കുടിക്കാതിരുന്നതിന് ശേഷം ആ അവസാന ദിവസം മോടെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് സന്തോഷിച്ച് എൻ്റെ ചുമതലയെല്ലാം മാറിയല്ലോ എന്നാ കുടിച്ചേക്കാമെന്ന് പറഞ്ഞ് കുടിച്ച് അമിതമായിട്ട് കുടിച്ച് ആയുസ് അന്ന് തീർന്നു. ആ ഡോക്ടർ പറഞ്ഞ അനുഭവമാണ്. ഏത് മനുഷ്യനും ഏത് സമയത്തും ആൽക്കഹോളിക് ആണെന്ന് വരികിൽ ഇതിലേക്ക് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ഈ മദ്യപാനത്തിലേക്ക് തിരിച്ചു പോകാതിരിക്കാനായിട്ട് ഈ എയുടെ കൂട്ടായ്മ അനിവാര്യമാണ്. അതുകൊണ്ട് ഇതിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ട് അനുദിനം നമ്മുടെ തീരുമാനത്തെ പുതുക്കി വൺ ഡേ അറ്റ് എ ടൈം ഓരോ ദിവസത്തെ ശക്തി പ്രാപിച്ച് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. അതോടൊപ്പം തന്നെ എനിക്കൊരു വിഷൻ 20 എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് ഞങ്ങളുടെ ആൾക്കാർ പലരും പല ആർട്ടിക്കിളും പോസ്റ്റ് ചെയ്യുകയും അതിനകത്ത് വായിക്കുകയും ഒക്കെ ചെയ്യാം. അതുകൊണ്ട് നിങ്ങളൊക്കെ അതിനകത്ത് താല്പര്യമാണെന്ന് വരികിൽ എന്നെ കോൺടാക്ട് ചെയ്ത ആളിന് ആ വിഷൻ 20 എന്നുള്ള ഗ്രൂപ്പിലേക്ക് ആൾക്കാരെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് അതിൻ്റെ മെമ്പറായിട്ടിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആർട്ടിക്കിൾ പോസ്റ്റ് ചെയ്യാം, അതിൽ വരുന്നത് വായിക്കാം. അങ്ങനെ പരസ്പരം നമുക്ക് ഈ ആധുനിക ടെക്നോളജി അനുസരിച്ച് ദൂരം പരിധി നമുക്കിപ്പോൾ ഒരു പ്രശ്നമല്ല. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഏത് സമയത്തിരുന്നുകൊണ്ടും ആശയവിനിമയം ചെയ്യാനായിട്ടും ഒക്കെ നമുക്ക് ഈ ടെക്നോളജി നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ടെക്നോളജിയുടെ എല്ലാം സഹായത്താൽ നമുക്ക് പരസ്പരം ആശയവിനിമയം നടത്തി ഈ മദ്യപാനം കൂടാതെ ജീവിക്കാനായിട്ട് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു തോമസ് സാർ. താങ്ക് യു. അങ്ങയുടെ ജീവിതാനുഭവം പങ്കുവച്ചത് വളരെയേറെ നന്ദിയുണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനോ കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ സമയമുണ്ട്. നമുക്ക് ഇനി ഒരു മണിക്കൂറിന്റെ അടുത്ത് സമയമുണ്ട്. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ നന്ദി പറയാനോ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. എൻ്റെ അനുഭവം വെച്ച് പറയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഹലോ, ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ നന്ദി പറയാനുണ്ടെങ്കിൽ നമുക്ക് സമയമുണ്ട്. അതല്ല വിശദീകരണമാണെങ്കിൽ അല്ലെങ്കിൽ ഷെയറിംഗ് ആണെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക്. നമ്മൾ മൊത്തത്തിൽ 37 പേരുണ്ട്. സുഹൃത്തുക്കളെ, ഞാനൊരു മദ്യാസക്തനാണ്. ആൽക്കഹോളിക് അനോണിമസ് എന്ന കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുന്നതിനാലും ദൈവത്തിന്റെ കൃപയാലും ഞാനൊന്നും മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ജോളി. ഞാന് ഒരു 10 മിനിറ്റ് താമസിച്ചാണ് ഇതിനകത്ത്
ഈ മീറ്റിങ്ങിലോട്ട് കയറിയത്. കാരണം ജ്വാല മീറ്റിംഗ് കഴിഞ്ഞ് അങ്ങനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഫോണിനകത്തോടെ ഒക്കെ മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും സമയം ഇത്രയായി. എന്തായാലും താങ്കളുടെ ആ അനുഭവം, താങ്കളുടെ ആ പ്രേക്ഷിത പ്രവർത്തനം, ഈ ആൽക്കഹോളിക് അനോണിമസിലോട്ടുള്ള ആ തുടർച്ചയായുള്ള ആ ഒരു സേവന സന്നദ്ധത വളരെ അഭിനന്ദന അർഹമാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ അതിന് നിങ്ങൾക്കിതൊരു നന്ദി പറയുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വർഷങ്ങളായിട്ട് ഏതാണ്ട് ഒരു 9 വർഷം ആയി ഞാൻ മദ്യപാനത്തിൽ നിന്ന് മാറിയിരിക്കുന്നു. നിങ്ങളെപ്പോലെ തന്നെ ഏതാണ്ട് ഒരു, കാരണം ഈ വീഡിയോ കോളിൽ കാണുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏതാണ്ട് പ്രായത്തിൻ്റെ ആ ഒരു ഏതാണ്ട് ഒരു സെയിം പ്രായം കാരണം ഒരു 59 വയസ്സ് വരെ ആൽക്കഹോളിക്കായിട്ട് ജീവിതം തുടർന്നു. അവസാനം ഇപ്പം എന്ത് ചെയ്യണമെന്ന് ഉള്ളൊരു ഇതില്ല. കാരണം ഒറ്റപ്പെട്ട ഒരു അവസ്ഥ. ഭാര്യയും മക്കളും ഒന്നും വിട്ടിട്ട് പോയില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ് അത്. കാരണം പലപ്പോഴും ഞാൻ പോവും എന്നൊക്കെ ഈ പറഞ്ഞ് പേടിപ്പിച്ചെങ്കിലും എന്തോ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അതൊന്നും സംഭവിച്ചില്ല. ഏതായാലും ഇന്ന് സന്തോഷമായിട്ട് കുടുംബമായിട്ട് ഒക്കെ മുന്നോട്ട് ജീവിക്കുന്നുണ്ട്. എൻ്റെ 2 മക്കളും വിവാഹിതരാണ്. എനിക്ക് 2 ആൺമക്കളാണ്, 2 പേരും വിവാഹിതരാണ്. സുഖമായിട്ടൊക്കെ ജീവിക്കുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പണ്ട് അന്ന് ഈ ദൈവത്തിൻ്റെ അദൃശ്യമായ കരങ്ങളിൽ എനിക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാനിന്ന് ഭിത്തിയിലൊരു പടമായിട്ടിരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെയാണ് വരുന്നതെന്ന് ഒക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓരോ ദിവസവും രാവിലെ ഞാൻ എൻ്റെ ആ പഴയ അവസാനത്തെ കുടിയുടെ, കാരണം ഞാൻ ഈ വിഷയാധിഷ്ഠിത മീറ്റിങ്ങിലൂടെ സഞ്ചരിക്കുമ്പോൾ ആദ്യം കുടിച്ച ഉന്മത്തം, സന്തോഷത്തിൻ്റെ ആ ഒരു ആഹ്ലാദത്തിൻ്റെ ദിനങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് ഉണ്ടാകുന്ന അതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ അവസാനത്തെ ഞാനൊരു ഡീഅഡിക്ഷൻ സെൻറ്ററിൽ എത്തിപ്പെടുന്ന ആ സാഹചര്യമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നതുകൊണ്ട് അതിനുശേഷം വീണ്ടും ഒരു കുടിയിലേക്ക് പോകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം ഞാൻ അത്രമാത്രം ക്ഷയിച്ച് അധംപതനത്തിൻ്റെ നെല്ലിപ്പലക കണ്ടു എന്ന് പറയാം. അപ്പം അത്രമാത്രം ഒരു അനുഭവം, എൻ്റെ ജീവിതാനുഭവമാണ് എന്നെ അതിലേക്ക് പിന്നീട് എനിക്ക് അങ്ങനെ ഒരു തിരിച്ചുപോക്ക് എനിക്ക് സാധിക്കില്ല. കാരണം എനിക്ക് ആസ്വദിച്ച് കുടിക്കാനുള്ള ആ ഒരു കഴിവില്ലാത്തൊരു മനുഷ്യനാണ് എൻ്റെ അവസ്ഥ. എൻ്റെ ശരീരഘടന അതാണ്. അപ്പം അങ്ങനെ ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. എല്ലാവരും ഇതേപോലെ ഈ കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും എല്ലാവരുടെയും കൂട്ടിപ്പിടുത്തം ഉള്ളത് കൊണ്ടും ദൈവത്തിൻ്റെ വലിയ കരുണയും ഇന്നും ഈ ഒരു സുബോധ ജീവിതത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നതിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു, ദൈവത്തിനോട് നന്ദി പറയുന്നു. താങ്കളുടെ ആ നമ്പറൊന്ന് ഈ ചാറ്റിലൊന്ന് ഇട്ടേക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും താങ്കളെ ഒന്ന് പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാനോ, കാരണം താങ്കളുടെ ആ ഫെലോഷിപ്പിനകത്ത് ഒത്തിരി ഈ കൗൺസിലേഴ്സും മറ്റുള്ള പല രീതിയിലുള്ള ഇതിനെക്കുറിച്ച് ആധികാരികമായി അറിവുള്ള ആൾക്കാരുള്ളത് കൊണ്ട് നമുക്ക് ആരെങ്കിലും ഒന്ന് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പേഴ്സണലായിട്ട്, ഇപ്പോൾ ഈ അനോണിമിറ്റി വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാരണം ഇതിനകത്ത് പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു നമ്പർ ഇട്ടിരുന്ന വലിയൊരു ഉപകാരമായിരിക്കും എന്ന് എനിക്ക് എൻ്റെ ഒരു റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു സുബോധത്തിൻ്റെ നാളുകൾ നേരുന്നു. നല്ല ഒരു പുതുവർഷം എല്ലാവർക്കും
ആശംസയോടെ നിർത്തുന്നു. താങ്ക് യു ശ്രീനു. താങ്ക് യു. ഞാൻ എൻ്റെ ഈ നമ്പർ ഇതിനകത്ത് ചാറ്റ് ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട്. എൻ്റെ പേര് തോമസ് എന്നാണ്. ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും എന്നെ വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം. നമുക്ക് ടൈം സോണിൻ്റെ വ്യത്യാസമുണ്ട്. ഇപ്പം അമേരിക്കയിൽ ഞാനിപ്പം ഇരിക്കുന്ന സമയത്ത് ഇവിടെ രാവിലെ 11:15. നിങ്ങൾ അവിടെ രാത്രിയിലാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? യെസ്, അതുകൊണ്ട് രാത്രി എന്ന് പറയാം. ഇപ്പൊ നേരത്തെ സന്ധ്യ ആവുന്നതുകൊണ്ട് ഇപ്പൊ 5:15 ആയുള്ളൂ ഇവിടെ. അപ്പൊ ഈ സമയ വ്യത്യാസം കൊണ്ട് ഈ പകൽ സമയത്ത് രാത്രി എപ്പോൾ വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കാം. പക്ഷേ ചിലപ്പോൾ ഉറങ്ങിപ്പോയെങ്കിൽ അല്ലെങ്കിൽ ബിസി ആണെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ തിരിച്ചു വിളിക്കാം. ഇപ്പൊ വാട്സപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് പൈസ ഒന്നും അധികം ആകത്തില്ല, മെസ്സേജ് ചെയ്യാം. ഞാൻ പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പറയുന്നത് രഹസ്യമായിട്ടൊക്കെ കീപ്പ് ചെയ്താൽ തന്നെയും എന്റെ അനുഭവത്തിൽ നിന്നുള്ള വെളിച്ചത്തിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കുറേയേറെ ആൾക്കാർ എന്റെ അനുഭവത്തിൽ നിന്നും എന്നെ കേൾക്കുന്നവരും അനുസരിക്കുന്നവരും ഉണ്ട്. അതുകൊണ്ട് അവർക്ക് മാറി നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അത് കൂടാതെ എൻ്റെ കൂട്ടായ്മയിലുള്ള ഈ 1-2 കൗൺസിലേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവര് നല്ല അഡ്വൈസ് തരാൻ പ്രാപ്തിയുള്ളവരും കഴിവുള്ളവരുമാണ്. അവരുടെ നമ്പരും അവരെയും കൂടെ കണക്ട് ചെയ്ത് നമുക്ക് ഒരുമിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ഞാൻ വഴി ഒരുക്കി തരാം. അപ്പം അത് അവരുമായിട്ടും പേഴ്സണലായിട്ടും കോൺഫിഡൻഷ്യലായിട്ടും നിങ്ങൾക്ക് ഇടപെടാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഈ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ഈ മദ്യപിക്കുന്നവർ മദ്യപിച്ച് സുഖമായിട്ട് അങ്ങ് ജീവിച്ചു പോകും. നമ്മുടെ സ്വന്തം ഭാര്യ എന്ന് പറയുന്ന ആളാണ്, നമ്മുടെ കൂടെ താമസിക്കുന്ന ആളാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വിഷമിക്കുന്നത്. ഇപ്പം ഇവിടെ അമേരിക്കയിലാണെങ്കിൽ ഞാനിപ്പം എനിക്ക് 3 ആൺപിള്ളേരുള്ള 3 ആൺപിള്ളേരും പെണ്ണ് കെട്ടി അവർക്ക് എനിക്ക് കൊച്ചുമക്കളുമുണ്ട്. ഈ അനേക കുടുംബങ്ങളിൽ ഈ ചെറുപ്പക്കാരുടെ ഒരു 25-30 വയസ്സുള്ള കല്യാണമൊക്കെ കഴിഞ്ഞുകൊണ്ട് തുടങ്ങി ജീവിതമൊക്കെ ഇങ്ങോട്ട് ആസ്വദിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ മദ്യത്തിൻ്റെയോ ഡ്രഗിൻ്റെയോ ഒക്കെ ആസക്തി മൂലം കുടുംബത്തിലെ അന്തഃഛിദ്രം ഉണ്ടാകാൻ തുടങ്ങുന്നത്. കുടുംബത്തിൽ അന്തഃഛിദ്രം ഉണ്ടാകാൻ തുടങ്ങുമ്പോഴേ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത് മാറ്റിയില്ലെന്നൊരിക്കൽ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിനൊരു പ്രശ്നപരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ അത്രയും നാള് നമ്മുടെ കുടുംബജീവിതം സന്തോഷമായിട്ട് മാറും. പല കുടുംബങ്ങളിലും ഇതിങ്ങനെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കും, ഭാര്യമാരെ സഹിച്ചുകൊണ്ടിരിക്കും, ഭാര്യമാരെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും, ചിലർ പേടിച്ചുമുണ്ടായിരിക്കും, ചിലർ വഴക്കുണ്ടാക്കി ജീവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതൊന്നും ഹെൽത്തി അല്ല, അതൊക്കെ കുടുംബജീവിതത്തെ നശിപ്പിക്കുകയുള്ളൂ. പിന്നെ അതാണ് ഡിവോഴ്സും അടിപിടിയും കൊലപാതകവും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഭാര്യമാർക്ക് ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് വേണമെന്നൊരിക്കൽ അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ പെണ്ണുങ്ങളുടെ പ്രത്യേകമുള്ള മീറ്റിംഗ്. ആ മീറ്റിങ്ങുകളിൽ ഈ സ്ത്രീകൾക്ക് നിങ്ങളുടെ ഭാര്യമാരോ നിങ്ങളുടെ അറിയുന്ന ബന്ധത്തിലോ ഒക്കെ ആരെങ്കിലും പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നൊരിക്കൽ അവർക്ക് ഇത് സഹിക്കാനായിട്ടും ഇതിൽ കൂടെ എങ്ങനെ കടന്നു പോകണമെന്നുള്ള ഒരു നല്ല ട്രെയിനിങ് ആണ് ഈ പെണ്ണുങ്ങളുടെ കൂട്ടായ്മ. പെണ്ണുങ്ങളുടെ കൂട്ടായ്മ മലയാളികളുടെ കൂട്ടത്തിൽ അമേരിക്കയിലില്ല. വേറെ ഈ ആൽക്കഹോളിക് അനോണിമസിന്റെ ഞാൻ നടത്തുന്ന ഒരു മീറ്റിംഗ് പോലെ വേറെ ആരെങ്കിലും നടത്തുന്നുണ്ടോ എനിക്കറിയുന്നില്ല. ഇല്ലെന്ന എൻ്റെ വിചാരം. എൻ്റെ മീറ്റിങ്ങിൽ തന്നെ പലരും ന്യൂയോർക്ക്, ഷിക്കാഗോ, ഡാലസ് അങ്ങനെ പല സിറ്റികളിൽ നിന്ന് വരുന്നവരാണ് എൻ്റെ മീറ്റിങ്ങിനുള്ളത്. അതുപോലെ തന്നെ പെണ്ണുങ്ങളും പല സിറ്റിയിൽ നിന്നുള്ളവരാണ് സൂമിൽ കൂടാണ് കൂടുന്നത്. ഇന്ത്യ എന്നുള്ളവരും ഉണ്ട്, ബാംഗ്ലൂരിൽ നിന്നൊക്കെ 2 പെണ്ണുങ്ങളുണ്ട്. അതുപോലെ നിങ്ങളുടെ ആരുടെയെങ്കിലും ലേഡീസിന് താല്പര്യമുണ്ടെന്ന് വരികയിൽ അവർക്ക് എൻ്റെ നമ്പർ കൊടുക്കുക, ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ അവരുടെ നമ്പർ ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് നടത്തുന്ന പെണ്ണുങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട് ആ പെണ്ണുങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്ത് അവരുമായിട്ട് സംസാരിച്ച് അവരെ ഈ മീറ്റിങ്ങിൽ ചേർത്ത് ആ മീറ്റിങ്ങിന്റെ സമയത്ത് കൂടുകയും ആ മീറ്റിങ്ങുകളുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവസ്ഥരായ പ്രൊഫഷണൽ ആയിട്ടുള്ള കൗൺസിലേഴ്സോ സൈക്കോളജിസ്റ്റോ സൈക്യാട്രിസ്റ്റോ ഒക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൂടാതെ ഈ നമ്മുടെ റീഹാബ് സെന്ററുകൾ നടത്തുന്ന മനുഷ്യരുണ്ട്, അതിനകത്ത് ജോലി ചെയ്യുന്നവർ, അങ്ങനെയുള്ള ഇവിടെ മെഡിക്കൽ ഫീൽഡിലാണ് നമ്മുടെ ആൾക്കാർ കൂടുതലും ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ കിട്ടുന്നുണ്ട്. അതുപോലെ ഈ ഡോക്ടർ സജി എന്ന് പറയുന്ന ആളൊരു റിലീഫ് കോർണർ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക പ്രസ്ഥാനം കൗൺസിലിംഗ് പോലെ ആർക്ക് വേണമെങ്കിലും സഹായിക്കത്തക്ക ഒരു നല്ല ഗ്രൂപ്പ് ഓഫ് കൗൺസിലേഴ്സിനെ സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും മെഡിക്കൽ പ്രൊഫഷണൽസ് അറിവുള്ളവർ അവരുടെ ഒരു ഗ്രൂപ്പുണ്ട്.
ആർക്കെങ്കിലും പ്രശ്നം കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് അവരുടെ പ്രശ്നങ്ങളെ അവർ തന്നെ കൈകാര്യം ചെയ്യും. അപ്പൊ ഇതിനൊന്നും പണം മുടക്കിയുള്ള ഇടപാടല്ല ഇത്. ആർക്കും പിന്നെ ആരെങ്കിലും നാട്ടിലൊക്കെ കാര്യമാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവിടെ ആരെങ്കിലും സംസാരിക്കുന്നതിനോ ഹെൽപ്പ് കിട്ടുന്നതിനോ ഒന്നും ഞങ്ങളാൽ കഴിയുന്നത് ഏത് തരത്തിലും ആരെയും സഹായിക്കാനായിട്ടും എങ്ങനെയെങ്കിലും മദ്യാസക്തിയിൽ നിന്നും മനുഷ്യൻ അല്ലെങ്കിൽ ഡ്രഗിൽ നിന്ന് മനുഷ്യൻ ഒഴിഞ്ഞു നിൽക്കണം, അതിനെ സഹായിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന്റെ ഉദ്ദേശം. അതുകൊണ്ട് ഏത് സമയത്തും ആർക്ക് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. വിളിച്ചു കഴിഞ്ഞാൽ സാധിക്കുമെങ്കിൽ ഫോൺ എടുക്കും, ഇല്ലെങ്കിൽ മെസ്സേജിലോട്ട് പോകും, ഞാൻ തിരിച്ചു വിളിക്കാം. വാട്സപ്പിൽ കൂടെ വിളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു. അടുത്തായിട്ട് ആരെങ്കിലും നമുക്ക് ഒരു 40 മിനിറ്റ് കൂടെ ഉണ്ട്. സാറേ നമസ്കാരം. എൻ്റെ പേര് വിനയൻ, കോഴിക്കോടാണ്, മദ്യാസക്തനാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡൗട്ട്സ് ചില ഒരു ആശയവിനിമയമാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ സാറ് ഇപ്പൊ സംസാരിച്ചത് ഞാൻ കേട്ടു. ഈ പ്രാദേശികമായിട്ട് ഈ സാർ കേരളത്തിലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു നന്മ, ഒരു നല്ല പ്രവൃത്തിയായിട്ട് ഇത്രയും കാലങ്ങൾ തുടർച്ചയായിട്ട് പോകാൻ പറ്റും എന്ന് കരുതുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത് അവിടെ മറ്റ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മറ്റ് ഗ്രൂപ്പുകളിൽ നിന്നോ മറ്റ് അംഗങ്ങളിൽ നിന്നോ ഈ പ്രവർത്തനത്തിന് വല്ല തടസ്സങ്ങളോ വെല്ലുവിളികളോ അതിജീവനമോ സാറ് തുടക്കകാലങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ആൽക്കഹോളിക് അനോണിമസിന്റെ മീറ്റിങ്ങുകളിൽ ഇവിടെ എൻ്റെ മലയാളികളുടെ കൂട്ടത്തിൽ തല കാണിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട്. ഞങ്ങളെ എനിക്ക് കാണണ്ട, വല്ലൊരു ഞങ്ങൾ വിവരം അറിയും, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, ഞാൻ പോകാന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറയും, നമ്മുടെ ആൾക്കാരല്ലേ കാണുമ്പോഴേ അറിയുന്നത്, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, ഇവിടുത്തെ സാഹിബ്മാരുടെ മീറ്റിംഗ് ഉണ്ട്, AI മീറ്റിംഗ്. ഭാഗ്യത്തിന് ഈ അമേരിക്കയിലെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രീറ്റിൽ തന്നെ 1, 2 ഈ ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പ് വളരെ സീക്രട്ടായിട്ട് ഭംഗിയായിട്ട് നടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ദിവസവും മീറ്റിങ്ങുകളുണ്ട്. ആ മീറ്റിങ്ങുകൾ എവരെ കൊണ്ട് ഞാൻ പോയിരുന്ന് വർത്തമാനം പറയും. അത് ഞാൻ ഈ മീറ്റിംഗ് നടത്തുന്ന അറിഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാരും ഞാനൊരു നല്ല പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന് ഓർത്ത് അവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പള്ളിയിലെ അച്ഛന്മാര്, അവർക്കൊന്നും ഈ കാര്യങ്ങൾ പള്ളികളിലെങ്ങും ഓപ്പണായിട്ട് നിങ്ങൾ മദ്യപാനം നിർത്തണമെന്നും തീർത്ത് പ്രസംഗിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങളെ പള്ളിയിലോട്ട് പോകുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച ഒരു ദിവസം ഈശ്വരനെ ആരാധിക്കാൻ പോകുന്നു. വരുന്നവരാരും ഒരു 90% ആൾക്കാരും കുടിക്കുന്നവരല്ല. ഒരുമാതിരിപ്പെട്ടവർ ആരും കുടിച്ച ഒരു വല്ലാത്ത ജീവിതത്തിൽ നയിക്കുന്നവർ വളരെ കുറച്ചു പേരേ ഉള്ളൂ. അപ്പൊ അവരെ ഉപദേശിക്കാനായിട്ട് അവർക്ക് താല്പര്യം വരത്തില്ല. കാരണം എല്ലാവരും കൂടി ഇരിക്കുന്നവരെ മദ്യപിക്കുന്നവരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പ്രസംഗിക്കാനായിട്ട് അവർക്ക് പറ്റത്തില്ല. പിന്നെ ഏതെങ്കിലും കുടുംബങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെ വിളിച്ചു പറയും, അച്ഛോ എൻ്റെ ഭർത്താവ് കുടിക്കുന്നത്, ഞങ്ങളുടെ വീട്ടിൽ അതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ ആ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, ഈ അവിടെ ഒരു അങ്കിളുണ്ട്, അദ്ദേഹത്തോട് വിളിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു അച്ഛനെയും കൂട്ടി ഒരു വീട്ടിൽ പോയി ഒരു ചെറുക്കനെ കണ്ട് സംസാരിച്ച് അവനെ ഞങ്ങൾ ട്രീറ്റ്മെന്റ് കൊണ്ടുപോയി. അവനെ ഒരു കണക്കിൽ ഇപ്പം പിടിച്ചു വരുന്നുണ്ട്. പക്ഷെങ്കിൽ അവനോട് മീറ്റിംഗിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വരത്തില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞേക്കുന്ന അടുത്ത മീറ്റിങ്ങിന് അങ്ങളെ പറ, ഞാൻ അവൻ്റെ വീട്ടിൽ പോയിരുന്നു, അവനെയും കൂടെ കൂട്ടി ആ മീറ്റിങ്ങിന് കൂടാം. അങ്ങനെയൊക്കെ നിർബന്ധിച്ചില്ല. പിള്ളേരെ പാല് കുടിപ്പിക്കുന്നവരെ വേണം ഈ മദ്യാസക്തരെ ഈ മീറ്റിങ്ങിന് കൊണ്ടുവരാനായിട്ട്. അതിന്റെ പുറകെ നടന്നാലേ അവർക്ക് ഇതിനകത്തൊരു ആദ്യം മടി അതിനകത്തൊക്കെ വന്ന് ചേരാനായിട്ട്. പിന്നെ നിർബന്ധിച്ചും അത്യാവശ്യം കൊണ്ടും മിക്കവാറും ഒക്കെ പ്രശ്നങ്ങൾ അങ്ങ് അതിരൂക്ഷമാകുമ്പോഴേ നമ്മുടെ ആൾക്കാർക്ക് ഒരു ബോധം വരത്തുള്ളൂ. ഇത് നിർത്തിയില്ലെങ്കിൽ ഒന്നീ ജയിലിൽ പോകും, അല്ലെങ്കിൽ ഭാര്യ വിട്ടേച്ച് പോകും. മിക്കവാറും വീട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഭാര്യമാരുടെയാണ് പറയുക, നീ പോയി വേറെ പണി നോക്കി, എനിക്ക് വേറെ ജീവിക്കാം, ഞാൻ എന്തിനാ നിന്റെ കൂടെ ജീവിച്ച എൻ്റെ ജീവിതം കളയുന്നു. അങ്ങനെ ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാർ പെണ്ണുങ്ങൾ ആരും ഈ മദ്യപാന്മാരെ സഹിക്കുകയില്ല, അല്ലെങ്കിൽ അവരും കൂടെ കൂട്ടിരുന്ന് കുടിക്കണം.
എന്നാൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ കുടിക്കുന്നവരുടെ കുടുംബജീവിതം ആകപ്പാട് താറുമാറാകും. ഇവിടെ ജോലി ചെയ്തില്ലെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാൻ ഒക്കില്ല. അപ്പൊ ജോലിക്ക് പോകണമെന്ന് വെച്ച് പോയേച്ച് വരുന്ന കാശ് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ അടുത്ത ആഴ്ച ബില്ലടയ്ക്കാൻ ഒക്കില്ല. അതുകൊണ്ട് ജീവിത സാഹചര്യം തന്നെ ഒരു മനുഷ്യനെ നേരെയാക്കി കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഈ വീക്കെൻഡുകളൊക്കെ വരുമ്പോൾ ഫ്രൈഡേ സാറ്റർഡേ വരുന്നുണ്ടെങ്കിൽ ഒക്കെ 2 ദിവസം കൂടി ഒന്ന് പാർട്ടി നടത്തും. പിന്നെ ഇതിനകത്ത് അകപ്പെട്ട് പോയി അതിനകത്ത് അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ ഈ അമേരിക്കയിലാണെങ്കിലല്ല എവിടെ ആണെങ്കിലും ശരി ജീവിതം കട്ടപ്പോകയാണ്. ഭാര്യമാരിട്ടേച്ച് പോകും. ഇവിടുത്തെ എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവരുടെ കുഴപ്പമെന്ന് ഫാമിലിക്ക് പറ്റിയിരിക്കുന്ന കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ 70കളിൽ ഇവിടെ വന്നതാണ്. ഇന്ന് വരെ ഇതൊരു രോഗമാണെന്ന് ഒരു നല്ല ഭാഗം കുടിയന്മാർക്കും അറിയത്തില്ല. അവരുടെ വീട്ടുകളിലെ ഭാര്യമാർക്കും അറിയത്തില്ല. ഈ ഭാര്യമാർ നിങ്ങൾ എന്തിനാ ഈ കുടിക്കുന്ന മനുഷ്യൻ നിർത്തരുതോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പോഴും അവർക്കൊരു ബോധ്യം വന്നിട്ടില്ല മദ്യപാനം ഒരു അസുഖമാണെന്ന്. അപ്പൊ ഈ അസുഖമാണെന്നുള്ള ഒരു ബോധവൽക്കരണമാണ് ഈ സമൂഹത്തിൽ നടക്കേണ്ടത്. അപ്പൊ ഞങ്ങളിപ്പോൾ ആണ്ടിലൊരിക്കലും ഒന്നോ രണ്ടോ മീറ്റിങ്ങുകൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് നടത്തിക്കൊണ്ട് ഒരു ബോധവൽക്കരണം കൂടെ എന്തെങ്കിലും 10, 50, 60 പേര് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കയറും. ഇതൊന്നും കേൾക്കാനായിട്ട് ആർക്കും താല്പര്യമില്ല. ഈ മദ്യപിക്കുന്നവർക്ക് ആർക്ക് ഏറ്റവും നമ്മളൊക്കെ കുടിക്കുന്നവരാ, നമ്മളെ ആരെങ്കിലും ഉപദേശിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഈ പോയി പറയുവാണെങ്കിൽ നോക്കി എനിക്ക് നിർത്തേണ്ടി എപ്പോഴാണെന്ന്, എൻ്റെ കാര്യമില്ല, ഞാൻ നോക്കിക്കോളാം. അങ്ങനത്തെ അവസ്ഥയാണ് നമ്മുടെ എല്ലാവരുടെയും. നമ്മളൊക്കെ ഇത് കഴിഞ്ഞ് വന്നുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത് ഞാൻ ഇതൊക്കെ കഴിഞ്ഞതാണ്, അതുകൊണ്ട് നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. ആരെക്കാളും ഭേദമല്ല ഞാൻ, എന്നെക്കാൾ ആരും എടുക്കുന്നവരില്ല നിങ്ങളാരും. നമ്മളെല്ലാവരും ഒരുപോലെ മദ്യപിച്ച് ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രം വരുത്തി വെച്ചവരാണ്. അതുകൊണ്ട് നമ്മുടെ അനുഭവമാണ് നമ്മുടെ പാഠം. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മീറ്റിങ്ങുകൾ കൂടെയാണ് ബലം കിട്ടുന്നത്. ഇപ്പോൾ പുതുതായിട്ട് ഒരാൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ അനുഭവം കേൾക്കുമ്പോൾ യുവമാർക്കൊക്കെ നിർത്താവുന്ന ഒരിക്കൽ നിർത്താമല്ലോ. അപ്പോൾ എൻ്റെ മീറ്റിംഗ് വരുന്ന പല പിള്ളേരിനോടൊക്കെ അങ്കിൾ എങ്ങനെയാണ് നിർത്തുന്നത്, അങ്കിളിനെ പോലെ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല എന്നാൽ പല ചെറുപ്പക്കാരോട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു കുഞ്ഞ് ഇത് പാടാ, പക്ഷേ ഓരോ 1 ഡേ അറ്റ് എ ടൈം നോക്കിക്കഴിഞ്ഞാൽ ഈസിയാണ്. പക്ഷേ അത് കിട്ടണമെന്നെങ്കിൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 90 ദിവസത്തോളം ഈ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ ഏതാണ്ടൊരു വെളിച്ചം കിട്ടും തലയിൽ. അങ്ങനെ നമുക്ക് മാറി നിൽക്കാനായിട്ട് സാധിക്കില്ല. അതിന് ഈശ്വരന്റെ കൃപയല്ലാതെ വേറെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ടൊന്നും നടക്കില്ല. അതുകൊണ്ട് നമുക്ക് ആർക്കും ഈ താഴ്മയെന്ന് പറഞ്ഞ സംഗതിയില്ല. അഹങ്കാരമാണ് നമ്മുടെ എല്ലാവരുടെയും മദ്യപാനത്തിന്റെ പ്രധാന കാരണം. ആരെയും നമ്മൾ ഭാവവെക്കത്തില്ല. നമ്മുടെ അപ്പം പറഞ്ഞാലും അമ്മ പറഞ്ഞാലും പള്ളിയിലച്ഛൻ പറഞ്ഞാലും ഉപദേശി പറഞ്ഞാലും പൂജാരി പറഞ്ഞാലും ആര് പറഞ്ഞാലും നമ്മൾ കേൾക്കത്തില്ല. നമുക്കറിയാം എപ്പോൾ നിർത്തണമെന്ന്. പക്ഷെങ്കിൽ നമ്മൾ ചെന്ന് ചാടുന്ന കുഴി പിന്നെ അതിനകത്ത് കയറാൻ വയ്യ. ഒന്നീ ജയില്, അല്ലെങ്കിൽ ഭാര്യയെ ഉപേക്ഷിച്ച് പോവുക, അല്ലെങ്കിൽ രോഗങ്ങൾ. എത്ര പേരെ ഈ 60 വയസ്സിന് മേളിൽ സാധാരണ ഈ മദ്യപിക്കുന്നവരാരും ജീവിക്കാറില്ല, അതിന് മുമ്പ് തട്ടിപ്പോവും. പിന്നെ അമേരിക്കയിലുള്ള ഏക ഗുണം ഞാൻ ജീവിച്ചിരിക്കാൻ കാരണം ഒന്ന് പറയാം. ഈ കേരളത്തിനെ പറ്റി ഞാൻ കുറ്റം പറയല്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനത്തിനകത്ത് ആൽക്കഹോളിൻ്റെ അകത്തെ എന്താ പറയുന്നത്, ഈ വേറൊന്നും ഇവിടെ കിട്ടുന്ന സാധനത്തിനകത്ത് ചേരുവകളൊന്നും ചേരത്തില്ല. എന്താ തന്നെ പറയുന്നത്, അഡൾട്രേഷൻ ഇല്ല. നാട്ടിലെ ചാരായം കുടിച്ചു കഴിഞ്ഞാൽ ചാരായത്തിനകത്ത് ചേരുന്ന ഈ ഷാപ്പിൽ കിട്ടുന്ന ചാരായത്തിന്റെ കട്ടിയല്ല വേറൊരു ഷാപ്പിൽ കിട്ടുന്നത്, അല്ലെങ്കിൽ കള്ളിനകത്ത് കിട്ടുന്ന അളവ് മൂത്ത കള്ളിനകത്ത് ഏതോ അവർ ചേർത്ത് നമുക്കറിയത്തില്ല. അപ്പൊ അതനുസരിച്ച് അതിന് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ അത് ബാധിക്കുന്നു. ചിലപ്പോൾ 1 ഗ്ലാസ് കള്ള് കുടിച്ചാൽ ഒരു ഷാപ്പിൽ നിന്ന് പൂസാവും, വേറൊരു ഷാപ്പിൽ കയറി 10 ഗ്ലാസ് കുടിച്ചാലും ഒന്നും ആകത്തില്ല. അപ്പൊ ഈ 1 ഗ്ലാസ് കുടിക്കുന്ന കള്ളിനകത്ത് എന്തോ ചേർത്തേക്കുന്നത് ആർക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ ഇത് ബാധിക്കുന്നത് നമ്മൾ അറിയത്തില്ല. ഞാൻ കുടിക്കുന്ന കാലം മുഴുവനും ഈ ലിവറിന്റെ ഏതാണ്ടൊരു നാട്ടിലേത് ഒരു ഗുളിക കൊണ്ടുവരുമായിരുന്നു. അത് തിന്നോണ്ടായി കുടിക്കുന്നത്. കാരണം 2 ദിവസം കുടിച്ചു കഴിയുമ്പോൾ അറിയാം ഈ മൂത്രത്തിന് നിറം മാറും, മഞ്ഞിച്ചിരിക്കും. അത് കഴിഞ്ഞ് 2 ദിവസം കുടി നിർത്തിവെച്ചാൽ ഈ ഗുളിക തിന്നുന്നുടനെ ലിവർ നേരെയാവും, പിന്നെയും കൂടി തുടങ്ങും. അങ്ങനെയൊക്കെയാണ് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത്. ഇത് എല്ലാവരുടെയും മൂത്രം നോക്കിയാൽ അറിയാം നമ്മുടെ മദ്യത്തിന്റെ അളവ് വയറ്റിൽ നിന്ന് പോകുന്നത് കാണുമ്പോൾ അറിയാം നമ്മുടെ ലിവറിനെ എന്തിനു വേണ്ടി ബാധിച്ചെന്നുള്ളത്. ഒരു നിറവ്യത്യാസം ഉണ്ട്, മഞ്ഞപ്പിത്തം വന്നിരുന്ന നിറമായിരിക്കും മൂത്രത്തിന്. അന്നേരം അറിയാം ഇതിന് ലിവറിനെ ബാധിച്ചു എന്നുള്ളത്. കുറച്ച് ദിവസം കുടിക്കാതിരിക്കാവോ, അത് തന്നെ ക്ലിയർ ആയിക്കോളും. അതുപോലെ തന്നെ ഓർമ്മ, ബുദ്ധി. ഞാൻ കുടിക്കുന്ന കാലത്ത് വൈകിട്ട് വീട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വണ്ടി ഏത് വഴിയാണ് വന്നതെന്നോ, തലേദിവസം ഏത് ഭക്ഷണമാണ് കഴിച്ചതെന്നോ, കീ എവിടെ കൊണ്ടോ വെച്ചോ, വാലറ്റോ പേഴ്സോ ആരോടൊക്കെ സംസാരിച്ചു, എന്തോ സംസാരിച്ചു, ഓർമ്മ ഒരു ബോധവും ഇല്ല. കാരണം കുടിച്ച് തലച്ചോറിന്റെ ബ്രെയിൻ സെൽസ് ചത്തുപോയി, മരവിച്ചു പോയി, നഷ്ടപ്പെട്ടു പോയി.
അതുകൊണ്ടാണ് ഈ മദ്യപിക്കുന്നവർക്ക് ആർക്കും ഓർമ്മ നഷ്ടപ്പെടുന്നത്. അങ്ങനെ ഓർമ്മയില്ലാത്ത രീതിയിൽ ഈ മദ്യം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ പല വികൃതികളും കാണിച്ചു വെക്കും. അങ്ങനെയാണ് ഈ മാനഭംഗത്തിനും പിന്നെ കൊലപാതകത്തിനും ഒക്കെ ഇടയാകുന്നത്. കാരണം അവന് തന്നെ അറിയത്തില്ല എന്താ ചെയ്തെന്നുള്ളത്. ഇതെല്ലാം നമ്മളെല്ലാം കുടിച്ചവരായതുകൊണ്ട് നമുക്കൊക്കെ അറിയാം ഇത് എന്താ ഇത് ഇങ്ങനെ വരുന്നത്. എന്നാൽ കുറച്ച് നാൾ കുടിക്കാതിരിക്കുന്ന പറഞ്ഞാൽ ഈ ബ്രെയിൻ ഇപ്പം ഞാൻ ഇന്നലെയോ കഴിഞ്ഞ ആഴ്ച എന്താ കഴിച്ചതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഈ ബ്രെയിൻ സെല്ല് നഷ്ടപ്പെട്ടതെല്ലാം പിന്നെ അത് തളർത്ത് കിളിർത്ത് വരും അത് മാറി നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ മദ്യപാനം നിർത്തിക്കഴിഞ്ഞാൽ ലിവർ സിറോസിസ് ഉള്ള മനുഷ്യൻ്റെ ലിവർ ഇച്ചിരി ഉള്ളെങ്കിലും ശരി അത് പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് കിളിച്ച് വന്നത് അത് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ക്യാൻസർ മാറി നിൽക്കും, ലിവർ സിറോസിസ് മാറി നിൽക്കും, ബ്ലഡ് ഫ്ലോ ശരിയായിട്ടുണ്ടാവും, നാക്കിന് രുചി ഉണ്ടാവും, ഭക്ഷണം കഴിക്കും, ആരോഗ്യം തിരിച്ചു കിട്ടും. ഇതൊക്കെയാണ് ഈ മദ്യപാനം നിർത്തിയാൽ നമുക്ക് കിട്ടുന്ന ഗുണം. ഏറ്റവും ഉപരിയായിട്ട് കൂടെ കിടക്കുന്ന ഭാര്യയുടെ സന്തോഷം, അവർക്ക് സന്തോഷമില്ലെന്നൊരു നമ്മുടെ ജീവിതം വെറുതെ ആക്കി. മദ്യപാനം നിർത്തിയാൽ കിട്ടുന്ന കുടുംബത്തിലെ ഏറ്റവും സമാധാനമാണ്. ഈ ലോകത്തില്ലാത്തൊരു സംഗതി അതാണ് സമാധാനം. എത്ര കാശുണ്ടായാലും മദ്യപിച്ചു കഴിഞ്ഞാൽ സമാധാനം പോയി കഴിഞ്ഞാൽ എന്തോ പ്രയോജനം? ഇവിടുത്തെ അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അനേക മദ്യപാനിക്കുന്നവരുടെ കുടുംബങ്ങളിലെ മക്കളുടെ വിവാഹം നടക്കുന്നില്ല. അവരെ വിവാഹം കഴിക്കാത്തതിന്റെ കാരണം അപ്പനും അമ്മയും ഇങ്ങനെയാണെന്ന് പിന്നെ ഞങ്ങൾ എന്തിനാ വിവാഹം കഴിച്ചിട്ട് വരുന്ന മനുഷ്യനോ ചെറുക്കനോ എങ്ങനെ ആയിരിക്കും എനിക്കറിയത്തില്ല, അതുകൊണ്ട് വിവാഹം കഴിക്കാതിരിക്കുക നല്ലത് എന്ന് വെച്ച് ഈ പുതിയ സമൂഹത്തിൽ മൊത്തം ഇന്ത്യയിലും അമേരിക്കയിലും എല്ലാം കണക്കാണ്. കുഞ്ഞുങ്ങൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. കാരണം ഇതുപോലത്തെ അഴിഞ്ഞ ജീവിതം കണ്ട് അവർ മടുത്തിരിക്കുകയാണ്. നമ്മുടെ മലയാളി ഫാമിലീസ് മൊത്തം പൊതുവെ കുടുംബത്തിലൊരു ബലഹീനത ഉണ്ടെന്ന വരിയിൽ അത് പുറത്തു പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. നാലുപേരെ അറിയാൻ അവർക്ക് ഇഷ്ടമില്ല. അവരുടെ കുടുംബത്തിൽ എങ്ങനെയും ഭാര്യയും ഭർത്താവും കൂടെ അടിച്ചു വിരിഞ്ഞ് ജീവിച്ചാലും ശരി പുറത്ത് വരുന്നവരെ മേക്കപ്പും സാരിയും ഒക്കെ ഇട്ട് നല്ല കുട്ടപ്പനായിട്ട് പുറത്ത് കാണിക്കും, അവർക്കൊരു പ്രശ്നമില്ലെന്ന്. പക്ഷെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നരകതുല്യമാണ്. പല കുടുംബങ്ങളിലെ സത്യാവസ്ഥ അതാണ്. കാരണം അങ്ങനെ ഇതിനെല്ലാം കാരണം ഈ മദ്യം തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഈ മദ്യം കൊണ്ട് നാട്ടിലൊക്കെ ആണെങ്കിൽ എത്ര രൂപ ഉണ്ടെങ്കിലും ഒന്ന് മദ്യപിക്കാൻ പറ്റുന്നു, എന്ത് വേണ്ടി ചിലവാണ്. ഇവിടെ അമേരിക്ക അത്രയും കാശാകത്തില്ല. കാരണം ഒരു $15 $10 ഒക്കെ മുടക്കി കഴിഞ്ഞാൽ ഒരു കുപ്പി വാങ്ങിച്ച് ഒരു ദിവസം തള്ളിയിരിക്കാം. അതുകൊണ്ട് ധനനഷ്ടവും മാനനഷ്ടവും എല്ലാം ഈ മദ്യം കൊണ്ട് എല്ലാവർക്കും ഉണ്ടാവും. ഉണ്ടാകാതിരിക്കാനായിട്ട് എങ്ങനെയും മാറി നിൽക്കുക, അത് മാത്രമുള്ള ലക്ഷ്യം. അതിനകത്ത് മീറ്റിംഗ് ആണ് എല്ലാവർക്കും നല്ലത്. പിന്നെ ഒരു പ്രത്യേകത ഈ രാജ്യത്തുള്ളത്, ഈ ഇവിടുത്തെ കോടതിയിൽ മദ്യം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നത്തിന് പിടിച്ചു കഴിഞ്ഞാൽ, കുടുംബ വഴക്ക്, റോഡ് ആക്സിഡന്റ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ കോടതി ചെന്ന് കഴിഞ്ഞാൽ കോടതിയുടെ പണിഷ്മെന്റ്, ശിക്ഷയെന്ന് പറയുന്നത് ഈ മദ്യാസക്തി ഉള്ളവർ മദ്യം മൂലം പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ മീറ്റിങ്ങുകൾക്ക് പോയി എന്നുള്ളതിൻ്റെ പ്രൂഫ് കൊണ്ട് കൊടുക്കണം. ഇങ്ങനെ 40 മണിക്കൂറോ 80 മണിക്കൂറോ അല്ലെങ്കിൽ 80 മീറ്റിങ്ങിലോ നിങ്ങൾ അറ്റൻഡ് ചെയ്തു എന്നുള്ളതായ ഒരു സർട്ടിഫിക്കേഷൻ. അവിടെ മീറ്റിങ്ങിന് പോയിരിക്കുമ്പോൾ അവിടുത്തെ മീറ്റിംഗ് നടത്തുന്നവരെ കൊണ്ട് എഴുതി വാങ്ങിപ്പിച്ചുകൊണ്ട് പോകും, അറ്റൻഡൻസ് മീറ്റിംഗ് എന്ന് പറഞ്ഞ്. അങ്ങനെ എഴുതിക്കൊണ്ട് കോർട്ടിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ശിക്ഷയുടെ ഒരു ഭാഗമായിട്ട് അത് തീരും. അതുപോലെ ഈ ജുവനൈൽ പിള്ളേരുടെ പ്രശ്നങ്ങൾ, 10-12 ടീനേജേഴ്സ്, 13 തൊട്ട് 18 വയസ്സുള്ള പിള്ളേർ ഈ ഡ്രഗും ആൽക്കഹോളും ഒക്കെ, ഈ കൊച്ചു പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കുടി കുടിക്കുന്നതിന് മുമ്പേ അവന്മാർ തലയ്ക്ക് പിടിക്കും, പിന്നെ അവർ കാണിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അവരെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ പണിഷ്മെന്റ് എന്ന് പറയുന്നത് നേരെ നീ മീറ്റിങ്ങിന് വെക്കും. അവന്മാരെ പിടിച്ച് അടച്ചിട്ട് ഈ മീറ്റിങ്ങുകളാണ് അവിടെ നടക്കുന്നത്, ഇതുപോലത്തെ ക്ലാസ്സുകൾ, കൗൺസിലിംഗ്. അങ്ങനെയാണ് ഈ പിള്ളേർ മാറി നിൽക്കുന്നത്. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള എൻ്റെ ഗ്രൂപ്പിൽ വരുന്നവരുടെ പിള്ളേരുണ്ട് ഇതുപോലെ ഡ്രഗ്സും ആൽക്കഹോളും അടിച്ചിട്ട് ഈ ചെറുപ്പത്തിൽ സ്കൂളിലും കോളേജും ഒക്കെ പോകുന്നവർ എന്തോ വേണ്ടി അങ്കിളെന്ന് പറഞ്ഞ് വരുന്നവരെ നമ്മൾ ഈ മീറ്റിങ്ങുകൾക്ക് അവരെ പറഞ്ഞു വിടുക. അവിടെ അപ്പനും മക്കളും കൂടെ പോയാലേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഇത് മാറി നിൽക്കുന്നു. അപ്പം ഈ മീറ്റിംഗ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സഹായിക്കുന്നുണ്ട്. മലയാളി, ഈ സായിപ്പും, ഓസ്ട്രേലിയയും ചൈനയും ഇന്ത്യയും എല്ലായിടത്തും മീറ്റിംഗ് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ഡോക്ടേഴ്സും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ഒരു ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റോ സൈക്യാട്രിസ്റ്റോ പറയുന്നത്
അങ്ങളെ കുടി നിർത്തണമെന്ന് ഒരിക്കൽ ഈ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ അവരുടെ സാക്ഷ്യം കേട്ട് കഴിഞ്ഞാൽ തന്നെ നിന്ന് പോകും. ഇവിടുത്തുകാരുടെയൊക്കെ സാക്ഷ്യം കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു ഉളിപ്പും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. അവരെ റേപ്പ് ചെയ്തു, അവരെ അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ഈ രണ്ടാനപ്പന്മാർ ഉപദ്രവിച്ചു. ഇവിടെ പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ കുടിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ സാക്ഷ്യം കേട്ട് കഴിഞ്ഞാൽ അത് മതി നമുക്ക് ഇതിനകത്ത് മാറി നിൽക്കാനായിട്ട് സാധിക്കും. ഇതൊരു വലിയ പ്രചോദനമാണ്. അനേകരുടെ അനുഭവങ്ങൾ ഈ മീറ്റിംഗ് വരുന്നവരെ വളരെ ശക്തമായിട്ട് സഹായിക്കുന്നുണ്ട്. മീറ്റിങ്ങിൽ കൂടെ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുള്ളെന്ന്, ഇത് മാത്രമേ പറ്റുന്നുള്ളൂ എല്ലാവർക്കും. ഇപ്പൊ തന്നെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള നമ്മൾ അമേരിക്കയിരിക്കും നമുക്ക് എല്ലാവർക്കും ഒരൊറ്റ അസുഖമുള്ളൂ, മദ്യപാനം. ഇതെങ്ങനെയും നിർത്തണം. അപ്പോൾ ഒരുമിച്ച് കൂട്ടായ്മയായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ സാക്ഷ്യങ്ങൾ പരസ്പരം ബലപ്പെടുത്തുന്നു, ധൈര്യപ്പെടുത്തുന്നു. ഒരുത്തം വീണ് കഴിഞ്ഞാൽ മറ്റവനെ പിടിച്ചെഴുന്നേൽപ്പിക്കും. ഇപ്പം ഞാനിത് ചെയ്യുന്നതുകൊണ്ട് ഇത് ഞാൻ തന്നെ എനിക്കൊരു മരുന്നായി. ഇത് ഞാനിപ്പോൾ രാവിലെ 1 മണിക്കൂർ ഇതിൻ്റെ പുറകെ പോയി, വൈകിട്ട് പിന്നെ ഒരു 10 പേരോട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കും. അപ്പോൾ എനിക്ക് തന്നെ ഒരു പ്രചോദനമായത്. പിന്നെ കുടിക്കാൻ നേരമില്ല, അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും നേരമില്ല. അപ്പോൾ നമ്മുടെ അനുഭവം, നമ്മുടെ സാക്ഷ്യം മറ്റൊരു സാക്ഷിയെ ബലപ്പെടുത്തും. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആരെങ്കിലും കുടുംബത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നൊരിക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ പോയി പറയണം, ജീവിതത്തിൽ കണ്ടുപറയണം, എൻ്റെ മോനെ ചേട്ടാ ഞാൻ നിർത്തി, നിങ്ങൾ എൻ്റെ കൂടെ വാ ഈ മീറ്റിങ്ങിന് എന്ന് പറഞ്ഞ് രണ്ടുപേരെ നമ്മൾ രക്ഷിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ടൊരു ബാറ്ററി ചാർജ് ചെയ്യുന്ന പോലത്തെ ഒരു എനർജി കിട്ടും. ആ എനർജി എന്ന് പറയുന്നത് ഈ 12 സ്റ്റെപ്പിൽ പറയും, നമ്മളുടെ സാക്ഷ്യം മറ്റുള്ളവരോട് പറയണം, മറ്റുള്ളവരെ നമ്മൾ ഈ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരണം. ഒരാൾ മാറുമ്പോൾ ആ ആൾ മാത്രമല്ല രക്ഷപ്പെടുന്നത്, അവരുടെ കുടുംബം മൊത്തം, അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഭാര്യ, മക്കള്, മാതാപിതാക്കള്, ആ ദേശം, ആ കുടുംബം എല്ലാം സമാധാനത്തോടെ പോകും. ഇപ്പോൾ ഒരുത്തം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ കയറിച്ചാൽ ആ ദേശം മുഴുക്ക നാശമല്ലേ ചെയ്യുന്നത്. നേരെ മറിച്ച് മാറിക്കഴിഞ്ഞാൽ ആ കുടുംബം, ആ ദേശം എല്ലാം രക്ഷപ്പെടുകയല്ലേ ചെയ്യുന്നത്. ഒരു ദിവസം നേരത്തെ നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ആയുസ് നമുക്ക് നീട്ടി കിട്ടും. അതുകൊണ്ട് എപ്പോൾ വേണേലും എന്നെ വിളിച്ചു, എൻ്റെ ജീവിതം എനിക്ക് എത്ര കാലം ജീവിച്ചിരിക്കുക, ഇത് തന്നെ ഞാൻ ആരോടും പറഞ്ഞു തന്നിരിക്കുക മാത്രമാണ് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. സാർ, ഒരു കാര്യം ഞാൻ ചോദിച്ചത്, ഈ ESHും അതുപോലെ ഈ 12ാമത്തെ പടിയും കൂടാതെ 12 പടികളുടെ പരിശീലനമോ മറ്റോ ഒക്കെ ഈ ഫെലോഷിപ്പായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നുണ്ടോ? ഈ ഫെലോഷിപ്പിന് എൻ്റെ ഫെലോഷിപ്പാണോ ചോദിക്കുന്നത്? അതെ അതെ അതെ. ഈ ഫെലോഷിപ്പ് മെയിനായിട്ട് ഞങ്ങൾ ഈ ഓരോ ദിവസം മനുഷ്യ സാക്ഷ്യം പറയും. ഈ 2 കൗൺസിലേഴ്സിൻ്റെ കൂടെയുണ്ട്. അവര് ഓരോ ദിവസത്തെ ഒരു 15 മിനിറ്റ് വീതം ഇവർ ക്ലാസ് എടുക്കും. അപ്പം ഈ 12 സ്റ്റെപ്പും കവർ ചെയ്യും. അതിനേക്കാൾ ഉപരിയായിട്ട് എങ്ങനെ ഇതിൻ്റെ ഈ മെഡിക്കൽ സൈഡിൽ, കൗൺസിലിംഗ് സൈഡിൽ നമുക്ക് ഒരു ശക്തിയായിട്ട് ഇത് പ്രാക്ടിക്കലായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം, ആ രീതിയിൽ കൊണ്ടുപോകുന്നു. പിന്നെ ഈ വരുന്നവർ തന്നെ ഇപ്പം എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ആദ്യം മറ്റേ ആള്, അവൻ്റെ പേര് ഒരു എന്ന് പറഞ്ഞാൽ ബിജു എന്നാണ്. പുള്ളിക്കാരനൊരു മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നതാണ്, സൈക്കോതെറാപ്പിയോ വേണ്ട. അയാള് മീറ്റിങ്ങിന്റെ ഒരു ലീഡറായിട്ട് ഇവിടെ പലയിടത്തും മീറ്റിങ്ങുകൾ നടത്തുന്ന ഒരു മനുഷ്യനാണ്. അവന് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ നോക്കിയപ്പോൾ ഞാൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ഞാൻ അവനെ കാണാൻ ഈ മീറ്റിംഗ് നടത്തു പോയപ്പം ഞാൻ പള്ളി വരുന്നില്ല, ഞങ്ങളുടെ സെയിം പള്ളി വരുന്നില്ല. ആ പള്ളി വരാതെ ഈ പുള്ളിക്കാരനെ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതിന് പകരം ഈ മീറ്റിങ്ങിൽ പോയി മീറ്റിംഗ് നടത്തുക അവൻ്റെ ജോലി. ദിവസം പോകും. പുള്ളിക്കാരന് അവധി ഒട്ടിയാൽ ഈ മീറ്റിംഗാണ് പോകുന്നത്. അവൻ്റെ ഭാര്യയാണ് ഈ സ്ത്രീകളുടെ മീറ്റിംഗ് നടത്തുന്നത്. അവിടെ മോള് കഴിഞ്ഞ ദിവസം വന്ന് ഒരു ക്ലാസ് എടുത്തു. എന്തും വേണ്ടി സന്തോഷം എന്താ ഈ പിള്ളേർക്കും ആ കുടുംബത്തിനൊക്കെ കിട്ടുന്നത്. അത് കാണുമ്പം തന്നെ ഈ അച്ഛന്മാർ പറയടാ, ഇതിനേക്കാളും നല്ലൊരു സുവിശേഷം വേറെ ഇല്ല. പള്ളി ചെന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതലൊരു സന്തോഷമാണ് ഈ മീറ്റിങ്ങിൽ വന്നിട്ട് അവരുടെ അനുഭവം പറഞ്ഞ് മറ്റൊരാളെ സാക്ഷ്യത്തിൽ ബലപ്പെടുത്തി അവരും മറ്റവരും രക്ഷപ്പെട്ട് നിൽക്കുന്നു. സർ, ഒരു കാര്യം, ഈ ഫെലോഷിപ്പിലുള്ള അംഗങ്ങൾ
മറ്റ് ഗ്രൂപ്പുകൾ അംഗങ്ങൾ കൂടിയാണോ? ചിലർ അല്ലെങ്കിൽ ഇത് പോകുന്നുണ്ട്, പോകുന്നുണ്ട്? ചിലർ പോകുന്നത് ചിലർ ഇത് മതി എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. അതെ അതെ. പ്രത്യേകിച്ച് ഈ ഡിപ്പെൻഡ് ആയിട്ടുള്ള പേരൻസ് വരുന്നവര്, ഭാര്യമാര് വരുന്നവര്, അവര് ഈ ഞങ്ങളുടെ 2 മീറ്റിങ്ങുകൾ കൊണ്ടാണ് ഇത് പിടിച്ചു നിൽക്കുന്നത്. ലേഡീസ് മീറ്റിംഗ് ഉണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള. ഒന്നുകൂടി പറയൂ. എന്താ പേരൻസ് ആയിട്ട് എന്താ പറഞ്ഞത്? പേരൻസ് ആയിട്ടുള്ളവര് ഈ മീറ്റിങ്ങുകളിൽ, പുറത്തെ മീറ്റിങ്ങുകളിൽ പോകുന്നില്ല, ഞങ്ങളുടെ മീറ്റിംഗിൽ വരുന്നുണ്ട്. സാറ് നമസ്കാരം. ഞാൻ തമ്പി ആൽക്കഹോളിക്കാണ്. സാറിപ്പോ പല കാര്യങ്ങൾ സംസാരിച്ചെടുത്ത് എനിവേ നല്ലൊരു കാര്യം, മദ്യപാനികളെ സഹായിക്കാനായിട്ടുള്ള ശ്രമം നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പൊ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഒന്ന് നമ്പർ 1, ഇതൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളാണ് മുഴുവൻ പറയുന്നത്. ഇതിനകത്ത് അമേരിക്കയിലെ ഹിന്ദുസും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഇതിനും മാനേജ് ചെയ്യും പോലെ ഒന്നത്. 2, ഇത് 12 പടി പ്രവർത്തനമാണെങ്കിൽ 12 പടി പ്രവർത്തനത്തിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു തന്നാൽ അതും കൊള്ളായിരുന്നു. പിന്നെ എത്ര നാള് ലോങ് റിക്കവറി, സാറിന്റെ റിക്കവറി കൂടാതെ മറ്റുള്ളവരിൽ 10 വർഷം 15 വർഷം ഒക്കെ ആയിട്ടുള്ളവർ കുറെ പേര് കാണുമല്ലോ, അങ്ങനെയുള്ളവർ എത്ര പേരുണ്ട് ഏകദേശം ഒരു ഇത് പറഞ്ഞുതരാമോ? ഒന്ന് നമ്പർ 1 ഇത് പിന്നെ ഒന്ന് എന്തുകൊണ്ട് എയുമായിട്ട് ചേർന്നിട്ട് ഒന്നിച്ചു പോകുന്നില്ല? ഓക്കെ, ഞാന് ഇത് തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ലേ 2011 ഞാനിത് നിർത്തുന്നത്. നിർത്തി കഴിഞ്ഞതിന് ശേഷം 2-3 വർഷം കൊണ്ടാണ് ഞാൻ എൻ്റെ മോനെ ഒന്ന് നേരെയാക്കിയെടുത്തത്. അത് കഴിഞ്ഞാണ് വേറെ ഞങ്ങളുടെ കൂട്ടായ്മയുള്ള വേറെ 1-2 പിള്ളേരെ ഈ മാറ്റത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. അപ്പം AA മീറ്റിങ്ങുകളിൽ ഞാൻ പണ്ട് പല ട്രീറ്റ്മെന്റിന് പോയ സമയത്ത് AA ട്രീറ്റ്മെന്റിന് എയുടെ ക്ലാസ്സിനും പരിപാടിക്ക് പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് എന്താണെന്ന് എനിക്ക് നേരത്തെ തൊട്ടേ അറിയാം. ഈ 12 സ്റ്റെപ്പ് പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ അറിയാം. പക്ഷെ ഇതെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഇത് 2 വർഷമോ 3 വർഷമോ കഴിയുമ്പോൾ റിലാപ്സ് ആവുന്നു, പിന്നെ ഇതിനകത്തോട്ട് തിരിച്ചു പോകും. അതുകൊണ്ട് ഞാൻ ഈ കംപ്ലീറ്റ് ആയിട്ട് എയുടെ പ്രിൻസിപ്പിള് ശരിയായിട്ടും അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ടോട്ടൽ സറണ്ടർ, അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചെങ്കിൽ മാത്രമേ ഇത് മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഞാൻ തന്നെ പൂർണ്ണമായിട്ട് കീഴടങ്ങിയപ്പോഴാണ്. ആദ്യത്തെ പ്രാവശ്യം എല്ലാം ഞാൻ ട്രീറ്റ്മെന്റിന് പോയപ്പോൾ ഇവരെന്നോട് പറയുമായിരുന്നു സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും ഉണ്ട്. അപ്പം ഇവിടുത്തെ സൈക്കോളജി പോലും പറയുന്നത് ഡ്രിങ്കിങ്ങും സ്മോക്കിങ്ങും കൂടെ ഒരുമിച്ച് നിർത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കീപ് ദ ലെസർ ഓഫ് ദി ഈവിൾ, അതായത് ദൂഷ്യം ഏറ്റവും കുറഞ്ഞുള്ള പാപം ചെയ്തു. കാരണം ഈ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ ദോഷമുള്ളൂ, വേറെ ആർക്കും ദോഷം വരുന്നില്ല. അതുകൊണ്ട് നീ സിഗരറ്റ് വലി നിർത്തണ്ട, മദ്യപാനം നിർത്തിയാൽ മതി. കാരണം രണ്ടും കൂടെ നിർത്താനായിട്ട് മനുഷ്യന്റെ ബുദ്ധിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് നിർത്തിയാൽ മതി എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഏത് റീഹാബ് സെന്ററിൽ പോയി കഴിഞ്ഞാലും ശരി, ഒരു സ്മോക്കിംഗ് സെഷൻ എന്ന് പറഞ്ഞ് തന്നെ മീറ്റിങ്ങുകളെല്ലാം കഴിയുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ബ്രേക്ക് തരും. മിക്കവാറും ഞങ്ങളെല്ലാം പുറത്ത് വരുന്ന വലിയ ഞങ്ങളുടെ ജോലി, പിന്നെയും തിരിച്ചു വരും, മീറ്റിംഗ് നടക്കും, പിന്നെയും പുറത്തിറങ്ങും, പിന്നെയും വലിക്കും. അപ്പം ഈ സിഗരറ്റ് വലി എന്ന് പറയുന്നത് നിർത്താനായിട്ട് അവർ നിർബന്ധിക്കുന്നില്ല. പിന്നെ സിഗരറ്റ് വലി നിർത്തണമെന്നെങ്കിൽ അതിന് വേറെ ട്രീറ്റ്മെന്റ് പ്രോഗ്രാം ആയതുകൊണ്ട്. എന്നാൽ കേരളത്തിൽ വന്ന് ഞാൻ ട്രീറ്റ്മെന്റ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ നിർബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നിർത്തം കൂടി ഇവിടെ വലിക്കാൻ ഒക്കത്തില്ല, കുടിക്കാൻ ഒക്കത്തില്ല, നിർബന്ധം. പള്ളിക്കൂടത്തിൽ പിള്ളേരെ വിടുന്നവരെ. അപ്പൊ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എങ്ങനെയെങ്കിലും കട്ട് വലിക്കുക. കാരണം അവിടെ പോയി വലിക്കാൻ ഒക്കത്തില്ല. എന്നാലും ശരി എവിടെയെങ്കിലും ബാത്റൂമിലും അവിടെ ഇവിടെയൊക്കെ പോയി വലിച്ച് ആണ് അവിടെ വലിക്കുന്നവരൊക്കെ. എന്റെ ചോദ്യം അതല്ല, ഹിന്ദു മറ്റു മതങ്ങളുള്ളവർ എന്ത് ചെയ്യും? അതുപോലെ ഈ AA പ്രോഗ്രാം വഴിയായിട്ട് റിക്കവറിയിലുള്ള എത്ര ആളുകളുണ്ട്? ഇതൊക്കെയാണ് എന്റെ ചോദ്യങ്ങൾ. സിഗരറ്റ് വലിക്കുന്നത് തന്നെ പ്രശ്നമേ അല്ല ഇവിടെ. ഓക്കെ, AA പ്രോഗ്രാമിനുള്ളവർ ഞങ്ങളുടെ കൂടെ ഒരു 10-20 പേരുണ്ട്. അവരിൽ ഒരു 10-15 പേര് എൻ്റെ മീറ്റിങ്ങിന് മാത്രമേ വരത്തുള്ളൂ. ഒരു 4-5 പേരെ ഈ മറ്റേ ഈ AA മീറ്റിങ്ങുകൾക്ക് പോവുള്ളൂ.
ഈ AI മീറ്റിങ്ങിന് കിട്ടുന്നതിനെ ഏതാണ്ട് 12 സ്റ്റെപ്പിന്റെയും അനുഭവങ്ങൾ ഈ 20 പേർക്കും ഈ മീറ്റിംഗിൽ വരുമ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ ഹിന്ദുവും ക്രിസ്ത്യാനിയും എന്നുള്ളൊരു വ്യത്യാസം ഇവിടെ ഇല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈശ്വരനിൽ മാത്രം സമർപ്പിച്ച് മാത്രം മുമ്പോട്ട് പോകുന്ന ഒരു അനുഭവത്തിൽ കൂടെ ഇത് ശരിയാകത്തുള്ളൂ. എൻ്റെ മീറ്റിങ്ങിൽ 1-2 ഹിന്ദു സഹോദരങ്ങളുണ്ട്. മുസ്ലിംസ് ആയിട്ട് ആരും തന്നെ എൻ്റെ കൂട്ടത്തിലില്ല. ഹിന്ദു സഹോദരങ്ങൾ എന്ന് പറയുന്നവർക്കും ഈ സെയിം പ്രിൻസിപ്പിൾ മാത്രമേ അപ്ലൈ ചെയ്യത്തുള്ളൂ. ഈശ്വരൻ എന്നുള്ളതായ ഒരു ശക്തിയാണ് എല്ലാവരെയും ഭരിക്കുന്നത്. ഏത് ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നോ ആ ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ശക്തി പ്രാപിക്കാൻ ഒക്കുള്ളൂ. അപ്പൊ ഈ AI മീറ്റിങ്ങിനകത്ത് പറയുന്ന പോലെ സെയിം പ്രിൻസിപ്പിൾ. അതിനകത്ത് നമുക്ക് ഏത് ജാതിയെന്നോ അതെ, ഏത് എങ്കിൽ പിന്നെ എന്തുകൊണ്ട് സാർ അകന്ന് നിൽക്കുന്നു? AI-യുമായിട്ട് എന്തിനാ അകന്ന് നിൽക്കുന്നത്? ഞാൻ ആന്ന് നിൽക്കുന്നില്ല. ഞാൻ AI മീറ്റിംഗ് പിന്നെ ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഞാൻ തന്നെ അവരുടെ കൂടെ പോകുന്നു. നമ്മുടെ ആൾക്കാർ പോകാൻ മടിക്കുന്നതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി ഈ മീറ്റിംഗ് തുടങ്ങുന്നത്. കാരണം ഇവിടെ 2 പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ആൾക്കാർക്ക് പലർക്കും ഈ സായിപ്പ്മാരുമായിട്ട് കൂട്ടായ്മ താല്പര്യപ്പെടുന്നില്ല. ഒന്ന്. രണ്ടാമത് ഭാഷ. അവർ പറയുന്നത് ചിലപ്പോൾ അവർക്ക് മനസ്സിലാകത്തില്ല, അവർ പറയുന്നത് അവർക്ക് മനസ്സിലാകത്തില്ല. അങ്ങനെ ഈ ഭാഷയുടെ ഒരു പരിമിതി കൊണ്ടും ഈ ആൾക്കാരെ നേരിടാനുള്ളതായ ഒരു വൈമനസ്യം കൊണ്ടുമാണ് നമ്മുടെ ആൾക്കാർ ഈ AI മീറ്റിങ്ങിന് പോകാനായിട്ട് മടിക്കുന്നത്. എന്നാൽ പലരും എൻ്റെ മീറ്റിങ്ങിന് വരാത്തവരെ പലരെയും ഞാൻ AI മീറ്റിങ്ങിനാണ് കൊണ്ടുപോകുന്നത്. കാരണം അവർക്ക് നമ്മുടെ ആൾക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് എൻ്റെ രഹസ്യം ഞാനിങ്ങനെ കുടിക്കുന്നതിനാണെന്ന് ആരും അറിയരുത്. അല്ല സാറേ, സാറിന് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ സാറിന് ഒരു AI ഗ്രൂപ്പ് ഉണ്ടാക്കാമല്ലോ. AI ഗ്രൂപ്പ് ഫോർ മലയാളീസ് മാത്രമായിട്ട് നടത്താമല്ലോ. അതെന്താ ചെയ്യാത്തെന്ന് ചോദിച്ചു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് സാറിന്റെ വീട്ടിലോ ഏതെങ്കിലും സ്കൂളിലോ പള്ളികളിലോ ഒക്കെ ആയിട്ട് AI ഗ്രൂപ്പ് ഫോർ മലയാളികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് എന്തുകൊണ്ട് നടത്തുന്നില്ല? അതെന്ന് ചോദിച്ചു. അതിനാരും വരത്തില്ല കുഞ്ഞ്. ഞാനത് നോക്കിയതാണ്. ഇവിടെ ഒരു സ്ഥലം ഞാൻ നോക്കി ഈ മീറ്റിങ്ങിന് വരാനായിട്ട് നോക്കുന്നതാണ്, അവർ വരത്തില്ല. അതാണ് 2017 ഞാൻ നോക്കിയത്. ഒരു പള്ളിയിൽ പോയ സ്ഥലം നോക്കിയപ്പോൾ. ഓക്കെ സാർ. എന്റെ ഉത്തരം കിട്ടി സാർ. ഓക്കെ, ഗോഡ് ബ്ലസ് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു. എന്നോട് ഇങ്ങോട്ട് കൊണ്ടുവരാനാ പറഞ്ഞത്. ആദ്യത്തെ ആയി കഴിയുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുതരാന്നാ പറഞ്ഞത്. സാർ ഈ സാറേ ഫെലോഷിപ്പില് ഈ റിക്കവറിയുടെ പ്രോഗ്രസ്, അതായത് റിലാപ്സിന്റെ എണ്ണം പൊതുവെ കുറവാണോ, അല്ലെങ്കിൽ അത് വരുന്നവരുണ്ടോ, അടിക്കടി സംഭവിക്കുന്നവരുണ്ടോ, അല്ലെങ്കിൽ സോബർട്ടി തുടർച്ചയായിട്ട് നിലനിർത്താൻ പറ്റാതെ പോകുന്നവരോ അല്ലെങ്കിൽ കൂടുതലും പറ്റുന്നവരാണോ ഉള്ളത്? സൊബ്രൈറ്റിയില് പല പ്രാവശ്യം റിലാപ്സ് ചെയ്യുന്നവരുമുണ്ട്. ഈ കൂട്ടത്തിൽ റിലാപ്സ് ചെയ്തിട്ട് വരും, അങ്ങളെ വീണുപോയി, എന്തോ ചെയ്യണം. മീറ്റിങ്ങിന് വരിക, നമ്മൾ കഴിഞ്ഞ കാലം തിരിച്ചു കിട്ടാൻ പോകുന്നില്ല, ഇനി അത് ഉണ്ടാകാതിരിക്കാനുണ്ട് നോക്കുക. കാരണം ഇതൊരു വലിയ സ്ട്രഗിളാണ്. പക്ഷെങ്കിൽ അത് ഓപ്പണായിട്ട് അഡ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ പലരും ഉണ്ട് വീണ് പോയിട്ട് പറയും ഞങ്ങളെ പറ്റിയില്ല, വീണ് പോയി. എൻ്റെ കൂടെ ഒരു പയ്യൻ, അവൻ്റെ പേര് സൂര്യ മറ്റായിരുന്നു. അവന് ഒരു പോലീസുകാരനായിരുന്നു. ആ മനുഷ്യനെ അവൻ്റെ ജോലിയും പോയി, ഭാര്യയും പോയി, സർവ്വതും പോയി. ഞാൻ ഒരു മോനെ പോലെ പുറകെ നടന്ന് ആകുന്ന നോക്കി രക്ഷപ്പെടുത്താനായിട്ട്. ആ മീറ്റിങ്ങിന് വരും, ചിലപ്പോൾ കുടിച്ചിട്ടാണ് വരുന്നത്. 1-2 പ്രാവശ്യം പറഞ്ഞു, കുഞ്ഞ കുടിച്ചിട്ട് നീ മീറ്റിങ്ങിന് വരരുത്. എന്നാലും അങ്കിൾ എങ്ങനെ നിർത്തി, എനിക്ക് നിർത്തണം, എനിക്ക് നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞ് അവസാനം അവന് നിർത്താൻ വയ്യാത്ത രീതിയിലായിപ്പോയി. അവസാനം ആത്മഹത്യ ചെയ്യുകയോ മരിക്കുമായിരുന്നു. എങ്ങനെ മരിച്ചതെന്നോട് അറിയില്ല. വെറും 45 വയസ്സ്. അത് പറഞ്ഞാൽ കേൾക്കത്തില്ലെന്നവരിൽ എങ്ങനെയും അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഞാനിത് ആകുന്ന പരിശ്രമിച്ചത്. പുള്ളിക്കാരൻ ഹിന്ദു. സാർ അതുപോലെ ഇതിന്റെ നടത്തിപ്പിനുള്ള കാശ്, ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം പറയൂ. ഈ ഞാനും ഇതുപോലെ എന്ന് പറഞ്ഞ കേട്ടില്ല അവസാനം ചോദിച്ചു. സാർ ഞാൻ ചോദിക്കുന്നത്, ഈ ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട സാമ്പത്തികം എല്ലാം അംഗങ്ങളിൽ നിന്ന് സ്വരൂപിക്കുകയാണോ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ മാനദണ്ഡം? ഇതിനകത്ത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ആകെ മുടക്ക് ഈ സൂം നടത്തുന്നത്, ഞാൻ സൂമിക്കുള്ള മീറ്റിംഗ് നടത്തുന്നത്, ആ സൂമിന്റെ ചിലവേ ഉള്ളൂ. അത് ഞാൻ തന്നെ കൊടുക്കുകയാണ്. വേറെ ഏതെങ്കിലും തരത്തിൽ ഇവിടെ അമേരിക്ക ഉള്ളവർക്ക് ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇൻഷുറൻസ് ഉള്ളവർക്കെല്ലാം ഇതൊരു അസുഖമായതുകൊണ്ട് മെഡിക്കൽ കവറേജ് ഉണ്ട്.
അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇൻഷുറൻസ് ഇതിന് കവർ ചെയ്യും. നമ്മുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് 10% 15% ഡിഡക്റ്റബിൾ കൊടുത്താൽ മതി. അത് അവർ കയ്യിൽ നിന്ന് കൊടുക്കണം ട്രീറ്റ്മെൻറ്റ് പോവുകയാണെങ്കിൽ. അങ്ങനെ കയ്യിൽ നിന്ന് കൊടുക്കാനില്ലെന്നില്ല. ഇതുപോലത്തെ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ അവർ തന്നെ അവിടെ മീറ്റിങ്ങിൻ്റെ സ്ഥലത്ത് വരണം. ഞാനും കൂടെ അവിടെ ചെല്ലും. അവിടെ കൂടി ഇരുന്ന് ഈ മീറ്റിങ്ങിന് പങ്കെടുത്തിട്ട് അവർ തന്നെ തിരിച്ചു പോകും. ഇതിനകത്ത് കാശിൻ്റെ മുടക്കൊന്നും കയ്യിൽ നിന്ന് വരുന്നില്ല. പിന്നെ ഈ വരുന്ന വോളണ്ടിയേഴ്സായിട്ട് ഞങ്ങളെ വന്ന് പഠിപ്പിക്കുന്നവരെല്ലാവരും പ്രൊഫഷണലായിട്ട് അവരവരുടെ ജോലി കൊണ്ട് ജീവിക്കുന്നവരാണ്. പിന്നെ അത് ഇവരുടെ ഒരു താല്പര്യം കൊണ്ടാണ് വന്ന് ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്, സമൂഹത്തിലുള്ള ഒരു പ്രതിബദ്ധത. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് എനിക്ക് മുടക്കൊന്നുമില്ല. എൻ്റെ സമയം ഓക്കെ മാത്രമാണ് ഓക്കെ ചെലവഴിക്കുന്നത്. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു.